അങ്ങ് ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. അല്പനേരം നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് കർത്താവേ അങ്ങയുടെ മുൻപിൽ കർത്താവെ ഞങ്ങൾ ഇന്ന് വരുമ്പോഴപ്പാ കർത്താവെ ഞങ്ങളിലുള്ള കർത്താവെ വിഷമങ്ങൾ, കർത്താവെ ആകുലതകൾ, കർത്താവെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഭാരങ്ങളെല്ലാം അങ്ങയുടെ മുൻപിൽ ഇട്ടുകൊള്ളുവാൻ കർത്താവെ അങ്ങയുടെ വചനം പറയുന്നുണ്ടല്ലോ, പുട്ട് യുവർ യോക്ക് അൺടു മീ എന്ന് കർത്താവെ. അതേപോലെ കർത്താവെ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അപ്പ ഇന്ന് അങ്ങയുടെ മുൻപിൽ ഇറക്കി വെക്കുന്നു അപ്പ. കർത്താവെ അങ്ങ് കർത്താവെ എൻ്റെ വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി തുറന്ന വാതിൽ ആർക്കും തുറക്കൂ കർത്താവെ, ആർക്കും അടക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേശ്വപ്പ. കർത്താവെ എനിക്ക് വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ ഏറ്റവും മനോഹരമായി ഓടി തീർക്കും എന്നതെന്റെ വിശ്വാസമാണ് കർത്താവെ. ഞാൻ ഇന്ന് അറിയുന്നു അപ്പ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു കർത്താവെ. അത് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, അത് എൻ്റെ മുൻപിൽ നിവർത്തിയാകും. ഞാൻ കാത്തിരിക്കും, അവനിൽ ശക്തിയെ പുതുക്കിടും. യഹോവയെ ഞാൻ കാത്തിരിക്കും, അവനിൽ ശക്തിയെ പുതുക്കിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. കഴുകനെ പോൽ പറന്നുയരും, ചിറകടിച്ചു ഞാൻ കയറിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. ക്ഷീണിച്ചു പോകാതെ നടന്നിടും, തളർന്നു പോകാതെ ഓടിടും. യഹോവയെ
ആ പാറയെ പിളർക്കുന്ന വചനം കേൾക്കേണ്ടതിന്, എൻ്റെ ഹൃദയത്തെ ക്രിസ്തുവിനോട് അനുരൂപമാക്കി എടുക്കേണ്ടതിന്, താഴ്മയും വിനയവും സഹിഷ്ണുതയും സൗമ്യതയും ശാന്തതയും കരുണയും ദയവുമുള്ള ക്രിസ്തുവിൻ്റെ മനസ്സോട് ഒരുക്കപ്പെടേണ്ടതിന്, എൻ്റെ ഹൃദയത്തിലുള്ള ലോകചിന്തകളെയും ജഡ ഇച്ഛകളെയൊക്കെ സ്വയത്തിൻ്റെ ആ ജയത്തെയൊക്കെ ജയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അങ്ങേ പ്രസാദിപ്പിക്കേണ്ടതിന് അങ്ങയുടെ വചനം കേൾപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധായ ഞങ്ങളുടെ സ്വർഗ്ഗത്തെ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാത്രിയിലും ആ ലോകമെന്ന് പറയുന്ന കർത്താവേ, ആ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പഠിച്ച് അങ്ങ് ലോകത്തെ ജയിച്ച് ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ പോയതുപോലെ ഞങ്ങളും ആ ലോകത്തെ ജയിച്ച് കർത്താവ് ലോകത്തെ അടക്കി ഞങ്ങളും ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുവാൻ ഞങ്ങൾ താഴ്മയായി ഏൽപ്പിക്കുകയാണ്. കർത്താവ് വെളിപ്പാട് ദിവസം പറയുന്ന പോലെ അവർ കുഞ്ഞാട് രക്തം ഹേതുവായും തങ്ങളുടെ വായിലെ സാക്ഷി വചനത്താലും അവർ അവനെ ജയിച്ചു എന്ന വലിയ പ്രഖ്യാപനം ഞങ്ങളുടെ മുമ്പിലിരിക്കെ, വലിയ വാഗ്ദത്തം ഞങ്ങളുടെ മുമ്പിലിരിക്കെ, അവനെ ജയിക്കുവാനുള്ള ലോകത്തെയും ലോകത്തിലെ പ്രഭുവിനെയും ജയിക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ അകത്ത് അല്പം പോലും ലോകമയമില്ലാതിരിപ്പാൻ, അല്പം പോലും ലോകത്തിൻ്റെ യാതൊന്നും മാലിന്യം ഞങ്ങളുടെ അകത്തില്ലാതിരിപ്പാൻ ഇന്ന് രാത്രി കർത്താവ് കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ അകത്തുനിന്ന് പറക്കിക്കളയുവാൻ വെക്കവണ്ണം പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയത്തോടും സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഹൃദയവും ഇപ്പം ശാന്തമായി തീരുവാൻ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് മുഴുവനും ലോകത്തെക്കുറിച്ചാണെന്നും ലോകത്തിലെ പ്രഭുവിനെ കുറിച്ചാണെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളെ ക്ഷീണിപ്പിക്കുവാൻ ഇടയുണ്ട്. കർത്താവ് ഞങ്ങളുടെ ചിന്തകളെ മാറ്റിക്കളയുവാൻ, ഞങ്ങളെ ഭയം നിറക്കുവാൻ, ഞങ്ങളെ സംശയങ്ങൾ ഞങ്ങളുടെ അകത്ത് വിതറി കർത്താവ് ഞങ്ങളെ ചിന്തകളിൽ നിന്ന് മാറ്റിക്കളയുവാനൊക്കെ ഇന്ന് രാത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇരുളുടെ അധികാരങ്ങളെയും ലോകത്തിലെ പ്രഭുവിനെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമഹത്വം മാത്രം ഞങ്ങൾ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ മാത്രം ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് മൂടണമേ, യാതൊരു ചിന്തയും ഞങ്ങൾ അലട്ടാതിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മേൽ വെള്ളത്തിന് മേൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളുടെ ഹൃദയത്തിന് മേൽ പരിവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുകയാണ്, അടിനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെയും. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങി വെച്ച ക്ലാസ് വേൾഡ് ലോകമെന്നതിനെ കുറിച്ചാണ്. ഇത് പഠിക്കാൻ കാരണമുണ്ട്. അനേക വിശ്വാസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പൗലോസിനൊക്കെ മിനിസ്റ്റർ എടുത്ത് പഠിച്ചാൽ കൂടി പോയി 6 മാസം മതി പൗലോസിനൊക്കെ ഒരു മനുഷ്യനെ ഒരു അവിശ്വാസിയൊക്കെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനം പങ്കുവെച്ച് അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ 6 മാസത്തിനപ്പുറത്തേക്ക് വരുന്നില്ല. അങ്ങേറ്റം പോയ 3 വർഷം വരെ എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും 6 മാസത്തിലൊക്കെയായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ കർത്താവിന്റെ ദാസന്മാരായ പൗലോസിൻ്റെയൊക്കെ മിനിസ്ട്രി എന്ന് പഠിച്ചാൽ. പക്ഷേ ഈ തലമുറയിൽ നമുക്ക് വർഷങ്ങൾ 5, 10, 15, 20, 30, 40 കഴിഞ്ഞിട്ട് പോലും വിശ്വാസത്തിൽ വളരാൻ കഴിയാതിരിക്കുന്നതിന് കാരണം ഈ ഒറ്റ വിഷയം ഒരുപാടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് ഈ ലോകമെന്ന് പറയുന്ന വിഷയമാണ്. കാരണം ഇന്ന് കേൾക്കുന്നത് മുഴുവനും ലോകം തരാമെന്നും ലോകത്തിൽ നമ്മെ വലിയവനാക്കാമെന്ന ഈ ലോകം നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകമെന്ന് പറയുന്ന ചക്കപ്പഴമകത്തുരിക്കെ നമ്മുടെ അകത്ത് നിന്ന് ഈച്ചയെ ആട്ടിക്കളഞ്ഞാലും പോകത്തില്ല. ബെൽസബൂൽ എന്ന് പറയുന്ന ഈച്ചകളുടെ രാജാവെന്നായി ബെൽസബൂലിനെ പറയുന്നത്. ആ ബെൽസബൂൽ നമ്മുടെ അകത്തുരിക്കെ എന്ന് പറഞ്ഞാൽ പിശാച്, ലോകത്തിന്റെ പ്രഭുവായ പിശാച് നമ്മുടെ അകത്തുരിക്കെ നമ്മൾ എത്ര വലിയ ആത്മീയ സത്യങ്ങൾ കേട്ടാലും, എത്ര വലിയ ജീവന്റെ ഉറവിടങ്ങളും ജീവന്റെ മർമ്മങ്ങളും കേട്ടാൽ പോലും എത്ര ആട്ടിയാലും അവൻ പോകത്തില്ല. കാരണം നമ്മുടെ അകത്ത് ആ ബെൽസബൂലിന് ആകർഷിക്കാൻ തക്കവണ്ണമുള്ള ചക്കപ്പഴം, അല്ലെങ്കിൽ എന്താ പറയാ, ലോകത്തിന്റെ പലതുമിരിക്കെ എത്ര ആട്ടിയാലും അവൻ പോകത്തില്ല. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം പലപ്പോഴും പരാജയമായിട്ടും താന്നും പൊങ്ങി ഗ്രാഫ് പോലെയൊക്കെ താങ്ങും പൊങ്ങിയൊക്കെ നമ്മൾ പലപ്പോഴും ഇടറി വീണുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ മക്കൾ വിശ്വാസത്തിൽ വന്നാൽ അവൻ്റെ ആദ്യ സ്നേഹത്തിൽ യഥാർത്ഥമായ ഒരു അടിസ്ഥാനമിട്ട്, അവൻ്റെ രാജ്യവും നീതിയും അടിസ്ഥാനമിട്ട് പണിയാണെങ്കിൽ വളരെ ചെറിയ ദിവസങ്ങൾ മാത്രം മതി യഥാർത്ഥമായി അവന് വേഗം പണിതു വരാനായിട്ട്. സത്യസുവിശേഷം യഥാർത്ഥമായി ദൈവരാജ്യവും നീതിയും അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുന്നുവെങ്കിൽ നിമിഷങ്ങൾ മാത്രം മതി ഒരു ഭക്തനെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനായിട്ട്. ഒരിക്കലും 6 മാസം പോലും വേണ്ട എന്ന് ബൈബിൾ പഠിപ്പിക്കുക നമ്മളേക്ക്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എത്രയോ ആഴങ്ങളായ വിശ്വാസികളാണ്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വിട്ടുകളതേക്കുക. ഇതൊരു ഇൻവിസിബിൾ ലോകമാണ്, കാണാൻ കഴിയാത്തൊരു ലോകമാണ്.
ഇതിൽ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഈ ഹോളിനകത്തുണ്ട്. ഹോളിനകത്ത് മാത്രമല്ല സ്വർഗത്തിലുമുണ്ട്. സ്വർഗത്തിൽ മാത്രമല്ല ഇതിനകത്തുമുണ്ട് അവൻ. പറഞ്ഞുണ്ടല്ലോ, ലോകത്തിലെ പ്രഭുവായ പിശാച് നമ്മുടെ സോളുമേൽ ഭരിക്കുന്നു. ഞാൻ പണ്ട് ബൈബിൾ ക്ലാസ്സിൽ വന്നവർക്കറിയാം, ഈ പിശാച് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നതും ഭരിക്കാൻ ആഗ്രഹിക്കുന്നതും. ഹൃദയമെന്ന് സോളിൻ്റെ ശ്രേഷ്ഠ ഭാഗമാണ്. സോൾ പഠിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ദേഹി വിശാലമാണ്. ലോകത്തിൻ്റെ ഇൻ്റർനെറ്റ് പോലെ വിശാലമാണ് ദേഹി. ആ ദേഹിയിലാണ് പൈശാചിക ലോകം ഭരിക്കുന്നത്. അവിടെയാണ് സകല അശുദ്ധിയും കിടക്കുന്നത്. അവിടെയാണ് ആ ലോകമയത്വവും ഒക്കെ കയറിക്കിടക്കുന്നത്. അവിടെയാണ് പൈശാചികന് നമ്മളിലുള്ള അവകാശം വരുന്നത്, ആത്മാവിലല്ല. മനസ്സാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഉറക്കം വരും, ക്ഷീണം വരും, ഒട്ടനവധി ദുഷ്ടചിന്തകൾ വരും നമ്മുടെ അകത്ത്. അത് മാത്രമല്ല, ഒരുപാട് എന്താ പറയുക, നമ്മളെ തെറ്റിച്ച് കളയുന്ന ഉറക്കവും ക്ഷീണങ്ങളൊക്കെ വരാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം കണ്ടതാ യാക്കോബ് 4:4 എന്നല്ലേ? എന്താണത്? വ്യഭിചാരിണികളായുള്ളവരെ എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വാസികളെ, യാക്കോബിന്റെ ലേഖനത്തിൽ വിശ്വാസികളെ വിളിക്കുന്ന പേരാണ് വ്യഭിചാരിണികൾ. എന്തുകൊണ്ടാണ് വ്യഭിചാരികൾ എന്ന് വിളിക്കാൻ കാരണം? അവൻ മണവാളൻ എന്ന് പറയുന്ന ആത്മമണാളനായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് നമ്മൾ കാമുകനായ ലോകമെന്ന് പറയുന്ന കാമുകന്റെ പുറകെ പോയത് കൊണ്ട് കർത്താവ് നമ്മെ വിളിക്കുന്ന പേരാ, ഈ യാക്കോബ് ലേഖനത്തിൽ വിളിക്കുന്ന സഭയോട് വിളിക്കുന്ന പേരാ വ്യഭിചാരിണികൾ. ഹല്ലേലൂയ. അപ്പൊ നമ്മെ നോക്കി യാക്കോബ് ലേഖനം എഴുതുമ്പോൾ സഭയെ കണ്ടുകൊണ്ട്, ആ തലമുറയിൽ മാത്രമല്ല വരാനിരിക്കുന്ന ഈ അന്ത്യകാലം വരെയുള്ള സഭകളെ നോക്കിക്കൊണ്ട് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ അവിടെ വ്യഭിചാരിണി എന്ന പേരാ നമുക്കിട്ട പേര്. നമുക്ക് മീൻസ് ലോകമയമുള്ളവർക്ക്, എല്ലാവർക്കും അല്ല, ലോകമയമുള്ളവർക്ക്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിലെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല ദൈവത്തിലെ ശത്രുവായി തീർന്നു. കഴിഞ്ഞ ദിവസം പഠിച്ചതാ അല്ലേ? അപ്പോൾ നമുക്ക് ആ പേര് വരാതിരിക്കുവാൻ ഒരു വ്യഭിചാരിണികളും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരുവനും നമുക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. നരകം മാത്രമേ ഉള്ളൂ എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വാക്യം നിങ്ങൾ വിട്ടുപോകരുത്. സങ്കീർത്തനം 73:27 പറയുന്നു, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരും നീ സംഹരിക്കും. എല്ലാവരെയും അല്ലേ? പരസംഗം എന്ന വാക്ക് കാണാൻ കഴിയും അല്ലേ? പരസംഗം, ഈ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. വ്യഭിചാരം, പരസംഗം, ഒരുപാട് വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ ഫോർണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് പല വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് അല്പമായിട്ട് നമ്മൾ ചിന്തിക്കും. കാരണം ഇതൊരു ഫാമിലി സെമിനാറുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കാണെങ്കിലും നമുക്ക് ഈ ക്ലാസ്സിൽ അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ വന്നിരിക്കുന്ന എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന നമ്മൾ പരസംഗം ചെയ്താൽ കർത്താവ് നമ്മെ സംഹരിക്കും എന്ന് പറഞ്ഞാൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല. വാക്യം നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ചിടുക. പരസംഗം പിന്നീട് സമയമുള്ളവർ പഠിക്കും. നമ്മളൊന്ന് യാക്കോബ് ലേഖനത്തിൽ പറയുന്നു 2:15 ഇങ്ങനെ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ എന്തില്ല? പിതാവിന് സ്നേഹമില്ല. ലോകവും ലോകത്തിലുള്ളതും എന്ന് പറഞ്ഞ ശേഷം വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചപ്പോൾ ആ വാക്യം കൂടി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് അത് രാവിലെ അടിച്ചു കയറ്റിയിട്ടു. 16 വാക്യം മുതൽ പഠിപ്പിക്കുന്നത് ജഡമോഹം, പിന്നെ ജീവനത്തിന്റെ പ്രതാപം. ജഡമോഹം, കൺമോഹം, ജീവനത്തെ പ്രതാപം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മുടെ താഴത്തെ ഡെലിവറി സെക്ഷനിൽ പഠിക്കും. അപ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ഉള്ളതല്ല. തൊട്ടുമോളി പറയുന്നു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും. അപ്പൊ എന്താണ് ലോകവും ലോകത്തിലുള്ളതും? ഈ പറഞ്ഞ ലോകത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞു, ലോകത്തിലുള്ളതും അത് ജഡമോഹമാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാവരും? കൺമോഹമാണ്, ജീവനത്തിന്റെ പ്രതാപമാണ്. ഇതൊക്കെ നമ്മൾ പിന്നീട് ആഴമായി പതിയെ കീറി മുറിച്ച് നമ്മൾ പഠിക്കും. ഇങ്ങനെയുള്ളതെല്ലാം എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അകത്ത് ജഡത്തിന്റെ മോഹങ്ങൾ ഉയർന്നു വരുന്നുവെങ്കിൽ അതെവിടെ നിന്നാണ്? ലോകത്തിന്റെ പ്രഭുവാരാണ്? പിശാച്. 2 കൺമോഹം. നമ്മുടെ മോഹങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വിടുകയാണ്, കൺമോഹം പോലും അത് ലോകത്തിലുള്ളതാണ്. അത് പിശാചിന്റെ ഉറവിടത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. ജീവനത്തിന്റെ പ്രതാപം, ഈ ലോകത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന പേരും പെരുമയും പ്രശസ്തിയും മാനവും അല്ലേ, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ഇതൊന്നും കർത്താവിൻ്റെതല്ല, പിതാവിൻ്റേത് അല്ല എന്ന്, പിതാവിൽ നിന്നുള്ളതല്ല എന്ന് നിങ്ങൾ അറിയണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാ ഭക്തന്റെ അകത്ത് ഇതുണ്ട്. ഇല്ലാന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. പാവമില്ല എന്ന് പറഞ്ഞാൽ കള്ളനാകുന്നു. ഇതൊക്കെ ഒളിഞ്ഞും മറഞ്ഞും തിരിഞ്ഞും ഒടിഞ്ഞൊക്കെ എവിടെയൊക്കെ നമുക്ക് കിടക്കുന്നുണ്ട്. ഓരോ സമയാസമയങ്ങളിൽ കർത്താവ് നമ്മുടെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരികയാണ്.
ഒന്ന് വിശുദ്ധി പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ജയാളിയായിട്ട് നമ്മൾ തലയൊക്കെ പൊക്കി നിവർന്ന് നിൽക്കുമ്പോൾ അടുത്തത് പൊങ്ങി വരും. കർത്താവ് പൊക്കി വിടുകയാണ്. കാരണം എല്ലാം കൂടി പൊക്കി വിട്ടാൽ പിന്നെ ശവപ്പെട്ടി പണിയേണ്ടി വരും. നമ്മൾ മനസ്സിലായി കാണും അല്ലേ? എല്ലാ പാവം കൂടി പൊങ്ങി വരുമ്പോൾ നമ്മൾ പറയും അയ്യോ എന്നെ കൊണ്ടാവില്ല കർത്താവ് എന്ന് പറഞ്ഞ് ഒന്നിലേക്ക് കയറെടുക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കും. നമ്മൾ നമ്മെ തന്നെ ശപിക്കും, നമ്മെ തന്നെ പഴിച്ചു കളയും നമ്മളൊക്കെ അല്ലേ? ഞാൻ സാധാ കാര്യം പറഞ്ഞത് വിചാരിച്ചേക്കണ്ട. അപ്പൊ അതുകൊണ്ട് കർത്താവ് നമ്മുടെ അകത്തുള്ളതൊക്കെ പതിയെ പതിയെ പൊക്കത്തി തരത്തുള്ളൂ. അത് മരണം വരെ അതുണ്ടായിരിക്കും. ഒറ്റടിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപത്തെ മുഴുവൻ തുറന്ന് കാണിച്ചാൽ പിന്നെ ന്യൂ ലൈഫിൽ ആരും ഉണ്ടാകത്തില്ല, ഞാൻ പോലും ഉണ്ടാകത്തില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ അത്ര രസമാണ്. നമ്മുടെയൊക്കെ ലോകവാദിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കാരണം എടുത്തെടുത്ത് പറയാൻ കാരണം ലോകവും അതിൻ്റെ മോഹവും ഒഴിയാനിരിക്കുന്നതാണ്. അല്പം ഇനി പിന്നീട് സംസാരിക്കും അതിനെക്കുറിച്ചൊക്കെ. അത് ഇവിടെ വിട്ടുപോകേണ്ടതാണ്. അതിനിവിടെ ശാശ്വതമായ നിലനിൽപ്പ് അതിനില്ല. അതുകൊണ്ട് കർത്താവ് ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ളതിനെക്കുറിച്ചും എടുത്തെടുത്ത് പറയുന്നത്. പഴയ നിയമത്തിൽ ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചാൽ, ഇംഗ്ലീഷിൽ ആ ബൈബിൾ പഠിച്ചാൽ അതിൽ ശൗമേൽ 1 ശൗമേലിന്റെ പുസ്തകം മുതൽ 2 പ്രാവശ്യമാണ് സങ്കീർത്തനമൊക്കെ ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മലയാളം ബൈബിൾ പഠിച്ചാൽ സങ്കീർത്തനം മുതൽ ലോകമെന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം 50-ലധികം വാക്യങ്ങൾ മാത്രം അവിടെ എഴുതിയിട്ടുണ്ട്. അത്രക്കധികം ലോകത്തെ തുറന്നു കാണിച്ചു തന്നത് നമുക്ക് മാത്രമാണ്, പുതിയ നിയമസഭക്കാർ. പഴയ നിയമത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഈ ലോകത്തിലാണ് അവരെ സമ്പന്നനാക്കിയത്, ഈ ലോകത്തിലാണ് അവരെ പേരും പെരുമയും കൊടുത്തത്, ഇല്ലേ? മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകമെന്ന വാക്ക് വിശാലമായി എഴുതിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം 56 എത്ര ഞാനിങ്ങനെ അണ്ടർ ചെയ്തപ്പോൾ 56ഓളം കിട്ടുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 56 പ്രാവശ്യത്തോളം ഈ ലോകത്തെക്കുറിച്ച് അവിടെ മാത്രം എഴുതി വെച്ചിരിക്കുക. മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ടു കിടക്കുക. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം വരെ അവർ അവനെ ജയിച്ചു എന്ന് പറയുന്ന നീണ്ടു കിടക്കുന്ന വാക്യങ്ങൾ അവിടെ കിടക്കുന്നത്. കാരണം ലോകത്തെ ജയിക്കുവാൻ പഴയ നിയമഭക്തന്മാർക്ക് കഴിയില്ലായിരുന്നു, പക്ഷെ നമുക്ക് കഴിയും. കാരണം നമ്മുടെ കർത്താവ് വിളിച്ചവൻ ലോകത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയവനാ. കാരണം ഞാൻ പിന്നീട് പഠിക്കുക എന്നൊക്കെ പഠിച്ചു വരും നമ്മൾ. ഞാൻ അല്പമായിട്ട് മോർണിംഗ് സർവീസിൽ എടുത്താണെങ്കിൽ പോലും ഇത്തിരി ആഴമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് എന്താണ് ലോകമെന്ന് താഴേക്ക് പഠിച്ചു വരുമ്പോൾ ഇവിടേക്ക് കാണാൻ കഴിയുന്നത് ലോകവും ലോകത്തിലുള്ളതെന്ന് പറയാൻ കാരണം അതിൽ ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ജീവിതത്തിൽ പ്രതാപവുമുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒഴിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു, അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ ഇത് അന്ത്യനാഴികയാകുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് എതിർക്രിസ്തുക്കൾ, അന്ത്യക്രിസ്തുക്കൾ ഇവിടെ ഉണ്ട്. നമ്മൾ കാണാത്തത് കൊണ്ട് നമ്മുടെ കണ്ണിൽ പെടുന്നതൊക്കെ ചില അവിടെ ഒന്ന് ഇവിടെ ഒന്ന്, കണ്ണൂർ ഒരെണ്ണം അല്ലേ, പിന്നെ അവിടെ ഒരെണ്ണം, 1-2 നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ വചനം പറയുന്നു അനേകം എതിർക്രിസ്തുക്കൾ. മത്തായി 24-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, 2-3 വാക്യം പറയുന്നു, അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും. മനസ്സിലാവുന്ന 1-2 അല്ല, അനേകർ. അതാരാണെന്ന് എവിടെ നിന്ന് വന്നു എന്ന് ഇവിടെ പറയുക. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, വേറൊന്നുമല്ല, നമ്മുടെ ഇടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആത്മീയ ഇവിടെ യാക്കോബ് എഴുതുമ്പോൾ ആ ആത്മീയ ഗോളം, ഈ ലോകത്തിലുള്ള സകല സഭകളും വിശ്വാസികൾ വീണ്ടും ജനിക്കപ്പെട്ടവർ, അവരുടെ ഇടയിൽ നിന്നാണ് ആര് പൊങ്ങി വന്നിരിക്കുന്നത്? എതിർ ക്രിസ്തു. അല്ലെങ്കിൽ വേറെ ഞാൻ പറയും രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ആത്മാവിൻ്റെ വരമുള്ളവരാ ഇവരെല്ലാവരും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ചിന്തകൾ മാറിപ്പോയി, അകത്ത് ലോകം കടന്നു കയറി. ലോകം കയറിയപ്പോൾ ലോകത്തിലെ പ്രഭുവിന് അവൻ്റെ ഹൃദയത്തിൽ വാസം കൊടുത്തു. പിന്നീട് നിയന്ത്രിക്കുന്നത് മുഴുവനും ലോകത്തിലെ പ്രഭുവാണ്. അവൻ്റെ വാക്കുകളെ സംസാരിക്കുന്നത്, ലോകമാണ് സംസാരിക്കുന്നത്. പ്രശസ്തിയും മാനവും ജഡയിച്ഛകളുമാണ് സംസാരിക്കുന്നത്. ലോകം തരാമെന്ന് വാഗ്ദത്തം കൊടുക്കുകയാണ്. ആരാണ്? നമ്മുടെ ഇടയിൽ നിന്നുള്ളവർ. ആഗോളമായ ആത്മീയ ഗോളത്തിൽ നിന്നാണ് എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ജാതീയ ലോകത്തിൽ നിന്നല്ല, മറ്റു മതങ്ങളിൽ നിന്നല്ല ഇത് വന്നിരിക്കുന്നത്. എവിടെന്നാ? വീണ്ടും ജനിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന്. കർത്താവിൻ്റെ, അതുകൊണ്ടാ കർത്താവിൻ്റെ സുവിശേഷം പഠിച്ചാൽ ആദ്യം മുതൽ പറയുന്നു, നിങ്ങൾ എൻ്റെ ഹിതമറിയുവിൻ, എൻ്റെ ഇഷ്ടമറിയുവിൻ, നിങ്ങൾ എന്നെക്കുറിച്ച് അറിയുവിൻ, അവൻ്റെ പരിചാരത്തിൽ വളരുവിൻ. ഈ പറയാൻ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും തെറ്റിപ്പോകും. കൃപാവരങ്ങൾ ഉയർന്ന് നമ്മളൊക്കെ ലോകത്തിലെ ആൾക്കാർ നമ്മെക്കുറിച്ച് പാട്ടൊക്കെ പാടാൻ തുടങ്ങുമ്പോൾ, നമ്മെക്കുറിച്ച് പ്രശസ്തിക്ക് വരാൻ തുടങ്ങുമ്പോൾ അറിയാതെ നീളം കയറി വരും. എത്രയോ ഭക്തന്മാരെന്നറിയാമോ ആത്മീയ വിശ്വാസത്തിൽ വന്നവരാ, നല്ലവണ്ണം വന്നവരാ. പക്ഷെ വഴിയാത്രയിൽ ഹൃദയത്തിനകത്തേക്ക് അറിയാതെ ഇത് കയറി വന്നു. നമുക്ക് വന്നേക്കാം, നാളെ നിൽക്കുന്ന നമുക്ക് വന്നേക്കാം. അത് വരാതിരിക്കുവാൻ നമ്മൾ അവനെക്കുറിച്ച് പഠിക്കുക, നമ്മൾ അവനെക്കുറിച്ച് അറിയുക. ലോകമെന്താണെന്നും ലോകത്തിലുള്ളത് എന്താണെന്നും നമ്മൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ, അത് വരുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും.
നമ്മെ വിട്ടോടിപ്പോവാൻ കൽപ്പിക്കും നമ്മെ. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും അവർ ആയിരുന്നില്ല. അപ്പൊ നമുക്ക് അവരെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കർത്താവ് ലോകം എന്താണെന്നും ലോകത്തിലുള്ളത് എന്താണെന്നും നമ്മൾ അറിഞ്ഞേ മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ ഇടയുണ്ട്. കാരണം പറയുന്ന ആരാ? നമ്മുടെ കൂടെ നിൽക്കുന്നവർ. ലോകത്തിൽ ഇഷ്ടം പോലെ, അതായത് പറയൂ, ഒരുപാട് എതിർ ക്രിസ്തുക്കൾ, ഒരുപാട് ദൈവദാസന്മാരെന്ന് പറയുന്ന എതിർ ക്രിസ്തുക്കൾ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാ. രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, കൃപാപരമുള്ളവരാ. പക്ഷേ അവരുടെ ഹൃദയം മറിഞ്ഞുപോയി, തിരിഞ്ഞുപോയി. അവരുടെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപത്തിലേക്ക് അവർ മറിഞ്ഞുപോയി. എന്താണ് ലോകത്തിലുള്ളത്? ലോകത്തിലുള്ളത് എന്താണ്? 15 പറയുമ്പോൾ 16 വാക്യം പറയുന്നു, അത് ജഡമോഹമാണ്, കൺമോഹമാണ്, ജീവിതത്തിലെ പ്രതാപമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ തിരുനെൽവേലി വർഷങ്ങൾക്ക് മുമ്പ് തിരുനെൽവേലിയിൽ ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് റെഗുലർ എല്ലാ മാസമുള്ള ബൈബിൾ ക്ലാസ്സിൽ പോകുമ്പോൾ അന്ന് ബൈബിൾ ക്ലാസ്സിൽ 100-100ഓളം വരുന്ന ദൈവാസന്മാർ മാത്രം പഠിക്കുന്ന ക്ലാസ്സിൽ അന്നാകെ 10, 30, 15, 20 പേരെ വന്നിട്ടുണ്ടായുള്ളൂ. അപ്പോഴാണ് തിരുനെൽവേലിയിൽ ഏറ്റവും വലിയൊരു കൺവെൻഷൻ നടക്കുക. വെറും സുവിശേഷ കൂട്ടം എന്നാണ് പറയുന്നത്. അവർ പറയുന്ന സുവിശേഷ കൂട്ടം വെറും ക്രിസ്തുവിന്റെ യേശു ആരാണെന്ന് പറയുന്നൊരു കൂട്ടമാണ് സുവിശേഷ കൂട്ടം, അല്ലേ? പക്ഷെ പോയത് മുഴുവനും വിശ്വാസികളും ദൈവാസന്മാരുമാണ്. എനിക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അവിടെ വന്ന ദൈവദാസനെ കുതിരപ്പുറത്ത് കയറ്റി മാലയിട്ട്, രണ്ട് സൈഡിലും കുട്ടികളും സ്ത്രീകളും എന്താ പറയുക, നിരനിരയായി പൂക്കൾ വിതറിക്കൊണ്ടാണ് സ്റ്റേജിലേക്ക് ആനയിച്ചത്. ഒന്നും മിണ്ടിയില്ല നിങ്ങൾ. നല്ലവണ്ണം അധികാരം നൽകിയിട്ടാ അയച്ചത്. ഞാൻ ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിക്കും. ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ ആരംഭിക്കുക പോലുമില്ല എൻ്റെ ക്ലാസ്സുകൾ. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്തുകൊണ്ടെന്നറിയാമോ? അറിയാതെ നിഗളം കയറി വരും. അറിയാതെ നമ്മുടെ അകത്ത് പേരും പെരുമയും ആൾക്കാർ നമുക്ക് വേണ്ടി സ്തോത്രം പാടുമ്പോൾ, നമ്മളെ ഉയർത്തി പാടുമ്പോൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വന്നേക്കാം. നമ്മൾ അറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ലോകം എന്താണെന്ന് നമ്മൾ അറിഞ്ഞേ മതിയാകൂ. കാരണം പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടനവധി വാക്യം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ആ ലോകം എന്ന് പറയുന്ന വാക്കൊക്കെ വട്ടമിട്ട് എണ്ണി പഠിച്ചാൽ അതിനെയൊക്കെ പറയുമ്പോഴൊക്കെ ഇതുപോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ലോകത്തിന്റെ ജഡയിച്ചകൾ ഓരോന്നായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയാ, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ ദൈവഹിത പ്രകാരം നമ്മുടെ കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടത് തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പഠിച്ച ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ വരും, 80% ദൈവ കുഞ്ഞുങ്ങളും നരകത്തിലേക്ക്. 80%. ഇതൊന്നും ലോകത്ത് കേൾക്കത്തില്ല. ഇതൊന്നും ഇത് ലോകത്ത് ആരും പ്രസംഗിക്കത്തുമില്ല. കാരണം ഇത് പ്രസംഗിച്ച ജനമുണ്ടാകത്തില്ല. അവിടെ പോയിട്ട് തീ വന്ന് ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകുന്നതിനൊക്കെ നല്ലതാ ഇവിടെ വെച്ച് വചനം വഴിച്ച് തീയഴച്ച് ശോധന ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവിടെ ചെന്ന് മരിച്ച് അവിടെ ചെന്ന് ന്യായവിധി നിൽക്കുമ്പോൾ, അന്ന് തീ വന്ന് ശോധന ചെയ്യുമ്പോൾ, പുല്ല് വൈക്കോൾ മരം കത്തിപ്പോകുമ്പോൾ നരകമല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ഇന്ന് വചനം വന്ന് തീ വന്ന് കൊള്ളുമ്പോൾ അത് ശോധന ചെയ്താൽ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ നമുക്ക് നിത്യത കിട്ടും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിനു വേണ്ടിയാ. എന്നിട്ട് പറയാ, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും. അപ്പൊ അഭിഷേകം നമ്മെ കൃപാവരങ്ങളാൽ നമ്മെ നിറച്ച് അഭിഷേകം ചെയ്ത് നമുക്ക് പ്രവൃത്തികൾ ചെയ്യാം. അപ്പോൾ തന്നെ ആ അഭിഷേകം നമുക്ക് തികഞ്ഞവനാക്കാൻ നമ്മളെ സഹായിക്കും. അഭിഷേകം നമ്മെ തികഞ്ഞവനാക്കും. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് അഭിഷേകം എന്ന ശക്തി തരാൻ മാത്രമല്ല, നമ്മളെ സകല സത്യത്തിലും വഴി നടത്താൻ വേണ്ടിയാണ്. ഈ എസെക്കിയേൽ പ്രവചന പുസ്തകം അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവിടെ എസെക്കിയേൽ പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെ തരും, കല്ലായ ഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്ക് മാംസമായ ഹൃദയം തരും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നടക്കുമാറാക്കും. നാം ഈ അഭിഷേകത്താൽ അവൻ്റെ വചനം പ്രമാണിക്കാൻ തക്കവണ്ണം പ്രാപ്തരാക്കും നമ്മെ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ചിന്തിച്ചപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചത്. നമുക്ക് പഠിച്ചത് കഴിഞ്ഞ കാര്യം ഒട്ടനവധി കാര്യങ്ങളാണ്, ഞാൻ വിട്ടുപോകുക. അപ്പോൾ പിന്നെ ആരാണ് ഈ ലോകത്തിലെ പ്രഭു? അതാണ് നമ്മൾ അറിയേണ്ടത്, അല്ലേ? ആരാണ് ഈ ലോകത്തിലെ പ്രഭു? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷ ഭാഗം 14-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, ഈ ലോകത്തിലെ പ്രഭു വരുന്നു, അല്ലേ? ഈ ലോകത്തിലെ പ്രഭു വരുന്നു. ആരാ? പിശാച്. നമുക്ക് എല്ലാവർക്കും അറിയാം പിശാച ഈ ലോകത്തിലെ പ്രഭു. അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു തുടങ്ങി, അല്ലേ? ഉറപ്പല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. കഴിഞ്ഞ ആഴ്ച പറയാൻ കഴിയാതെ വന്നും വിട്ടുപോകുകയാണ്. കെരൂബായ എന്ന ഒരുവനെ കുറിച്ച് നമുക്കറിയാം. ആ കെരൂബിനെ കുറിച്ച്, ഹല്ലേലൂയ. ആ കെരൂബ് അവൻ ഏദൻ തോട്ടത്തിൽ ജീവിച്ചതാ, പഴയ പുരാതന ഏദൻ തോട്ടത്തിൽ ജീവിച്ചതാ, കർത്താവിനോട് കൂടെ നടന്നതാ. എന്നാൽ അവൻ നിഗളിച്ചപ്പോൾ 1/3 ഭാഗം ദൂതന്മാരും അവനെയും കെരൂബിനെയും വിട്ട് താഴേക്കിട്ടു. അവരാണ് ആര്?
പിശാചുക്കൾ അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങൾ. നമുക്ക് കഴിഞ്ഞു പോയതാ, ഞാൻ വിട്ടുപോകുന്നു. അവരാണ് ഇന്ന് ലോകത്തിലെ പ്രഭു, ദൈവം. ഒറ്റവാക്കി പറഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ ആഴ്ച പറയാത്തത് കൊണ്ട് പറഞ്ഞു പോയേക്കാം, ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, എല്ലാമാണ് അവൻ. അവന്റെ മുമ്പിൽ കോടിക്കണക്കിന് സെറാഫുകൾ അവനെ ആരാധിക്കുന്നു. രണ്ടുകൊണ്ട് പാദം മൂടിയും രണ്ടുകൊണ്ട് മുഖം മൂടിയൊക്കെ ചിറകൾ വിടർത്തിയിരുത്തിക്കൊണ്ട് അവൻ പരിശുദ്ധൻ പരിശുദ്ധനൊക്കെ വിളിച്ച് ആരാധിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പോലും എന്താ പറയുക, ഭയപ്പെട്ട് പാദം മൂടിയും പിന്നെ കണ്ണും മൂടിയും ആ പരിശുദ്ധനായവനെ കാണാൻ കഴിയാതെ വണ്ണം കണ്ണും മൂടിയും നിൽക്കാൻ കഴിയാതെ വണ്ണം പറന്ന് വിളിച്ചു പറയുക, നീ പരിശുദ്ധനാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും മഹാനായ ദൈവത്തെ സെറാഫുകൾ ആരാധിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ കൂടെ ഇരുവശവും ചിറക് വിരിച്ചു കൊണ്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ലൂസിഫർ, അല്ല കെരൂബ്. ലൂസിഫർ ആയിട്ടില്ല, അവൻ അരുണോദയപുത്രനായ ശുക്രൻ എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? അവൻ ലൂസിഫർ ആയിട്ടില്ല. അവൻ ആകുന്നതിന് മുമ്പേ അവൻ ദൈവത്തിൻ്റെ കൂടെ മറയായി നിന്നവനാ. നമുക്ക് സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും അതെല്ലാം. എന്നാൽ സെറാഫുകൾ അവനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, നിത്യമായി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധന് ആ ത്രിയേക ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങിയപ്പോൾ ഇവന്റെ ഹൃദയത്തിലും അറിയാതെ ഒരു മോഹം കയറി വന്നു. എന്താണ് മോഹം? എന്താ മോഹം? ആരാധന, രസമുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ നിങ്ങളെക്കുറിച്ച് വേണ്ട, ഞാൻ ബാബുച്ചേട്ടനെ കുറിച്ച്, ബാബുച്ചേട്ടൻ്റെ കറി കൊള്ളാം, നല്ല സൂപ്പർ കറിയാ, ചിക്കൻ കറി വായിൽ വെച്ച വിരൽ കടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരൻ അങ്ങ് പൊങ്ങിപ്പോകും. കുഴപ്പമില്ല, അങ്ങ് പോകാത്ത ആൾ. അതുകൊണ്ടാണ് പറഞ്ഞത്. സ്തുതി പാടിയാൽ മതി, 10 പേര് സ്തുതി പാടിയാൽ പിന്നെ ആള് മാറി, ലെവല് മാറും. സെറാഫുകൾക്കും ദൈവത്തിൻ്റെ പുറകിൽ നിന്ന് ദൈവത്തെ ചിറക് വിരിച്ച് സൂക്ഷിക്കേണ്ട ആ കെരൂബ് സെറാഫുകൾ ആരാധിച്ചപ്പോൾ അവൻ്റെ അകത്ത് അറിയാതെ ഒരു മോഹം കയറി വന്നു. മോഹം, വാക്യം ശ്രദ്ധിക്കണം, മോഹം കയറി വന്നു, എന്നെയും ആരാധിച്ചാൽ കൊള്ളാമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ദൈവം അവൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ, അവൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടി താഴെ കിട്ടും. അവൻ ആഗ്രഹിച്ചത്, അവൻ ഈ ഭൂമിയിൽ നടപ്പിലാക്കി. ഹല്ലേലൂയ. അവൻ മനുഷ്യരെ വശീകരിച്ച്, ഉൽപ്പത്തി മുതൽ ഏദൻ തോട്ടം മുതൽ അവൻ മനുഷ്യനെ വശീകരിച്ച് വഞ്ചിച്ച്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ബാബൽ ഗോപുരം പണിത്, അവിടെ മുതൽ ശിനാദേശത്ത് എന്ന് പറയുന്ന ആ മനോഹരമായ ഈജിപ്തിൽ ദേശത്ത് അവൻ ഒരു ഗോപുരം പണിത്, അവിടെ മുതൽ സകലവിധ വിഗ്രഹാരാധനയുടെയും ആരംഭം കുറിച്ചു. അവൻ എവിടെയൊക്കെ മനുഷ്യനെ കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിലെ ശൂന്യത, ആത്മാവിന്റെ ശൂന്യത നികത്താൻ വേണ്ടി അവർ ദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ അവൻ അവരെ വശീകരിച്ച് അവരെ ദൈവമാക്കി, അവന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതിന്റെ പുറകിൽ അവൻ കയറി നിന്ന് മനുഷ്യരോട് പറയും, നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, നിങ്ങൾ എന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ആഗ്രഹിച്ചത് അവൻ ഭൂമിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. സകല മതങ്ങളുടെ പിന്നിലും ഇതേ പ്രവൃത്തികൾ തന്നെയാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു പണ്ടൊന്നും പള്ളികളിൽ, കത്തോലിക്ക പള്ളികളിലൊന്നും കുഴപ്പമില്ല, റെക്കോർഡിംഗ് ആണെന്നാലും കുഴപ്പമില്ല, തല്ലുകൊണ്ടാ ഞാൻ മാത്രം കൊണ്ടാൽ മതിയല്ലോ. കത്തോലിക്ക പള്ളിയിൽ പണ്ടൊന്നും ഈ പറഞ്ഞ കൊടിമരവും ഇല്ല, കൽവിളക്കുമില്ല, ഒന്നും അവിടെയില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളെപ്പോലെ ഹിന്ദുക്കളായിരുന്നു ഞങ്ങൾ ആ സമയത്തൊക്കെ. ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ കൊടിമരങ്ങളുണ്ടായിരുന്നു, കൽവിളക്കുകളുണ്ടായിരുന്നു, മറ്റ് തിരുമേനിമാരുണ്ടായിരുന്നു. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പള്ളിയിലേക്കും മാറ്റപ്പെടാൻ തുടങ്ങി. ഞാൻ പിന്നീട് എടുത്തോളാം അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിൻ്റെയും പിന്നിൽ വ്യാപരിക്കുന്നത് മുഴുവനും ഒരൊറ്റ സ്പിരിറ്റാണ്. ഹല്ലേലൂയ. കാരണം സ്വർഗത്തിൽ ആഗ്രഹിച്ചത് അവൻ ഭൂമിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് എടുത്തോളാം അതിനെക്കുറിച്ച്. ഇതേ തന്നെയാണ് ദൈവദാസന്മാരുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ദൈവദാസന്മാരെ പാടിപ്പുകഴ്ത്തുമ്പോൾ, സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ പാസ്റ്റർ കൈവച്ചപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടി, പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ കുട്ടീനെ കിട്ടിയതൊക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ പറയില്ലേ, ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ പറയും. അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നികളം പൊങ്ങാനിടയുണ്ട്. ഹല്ലേലൂയ. നികളം അറിയാതെ പോകും നമ്മുടെ ഹൃദയത്തിൽ. അങ്ങനെ ഇതേ ലൂസിഫറിന് പറ്റിപ്പോയത് തന്നെയാണ് നമുക്ക് പറ്റാനിടയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് മുന്നറിയിപ്പാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? തൊട്ട് മുമ്പ് ഞാൻ വായിച്ചില്ലേ, അവൻ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരാ. ഈ ലോകത്തിൽ കാണുന്ന കള്ളക്രിസ്തുക്കൾ ആരും മറ്റു മതങ്ങളിൽ വന്നവരല്ല. അവര് എന്താ പറയുക, ഈ സാത്താൻ സേവക്കാരിൽ നിന്ന് വന്നവരല്ല. നമ്മളെ വിചാരം സാത്താൻ സേവക്കാരിൽ നിന്ന് വന്നവരാണെന്ന്. അല്ല, നമ്മുടെ ഇടയിൽ നിന്ന്, ആത്മീയ ഗോളത്തിൽ നിന്ന്, വീണ്ടും ജനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് പൊങ്ങി വന്നവരായി ഇവർ മുഴുവനും. ഹല്ലേലൂയ. കാരണം സ്വർഗത്തിൽ അവൻ ആഗ്രഹിച്ചത് അവൻ മനുഷ്യനെ കൊണ്ട് ഭൂമിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അന്നും ഇന്നും. അതുകൊണ്ട് മിനിസ്ട്രി ചെയ്യുന്നവരെ സൂക്ഷിക്ക്. ഹല്ലേലൂയ. പാടുവാൻ, സ്തുതി പാടുവാൻ ഇഷ്ടം പോലെ പേരുണ്ടാകും. പക്ഷേ നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ.
10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയാൽ നമുക്ക് വീണ്ടും സെപ്റ്റംബറിലും മാർച്ചിലും 1000 പ്രാവശ്യം എഴുതിയെടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ അവനവൻ ശരത്തിരിക്കുമ്പോൾ ചിലത് നല്ലതാണെങ്കിലും തികതാണെങ്കിലും ഒരൊറ്റ എഴുത്തേ ഉള്ളൂ. അത് ജയിക്കാൻ തക്കവണ്ണം എഴുതിയേ മതിയാകും. നമ്മൾ പിന്നീട് എഴുതാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സഹോദരങ്ങളെ. ഈ ആയുസ്സിൽ ഒറ്റ എഴുത്തേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അഹങ്കാരം വരാതിരിപ്പാൻ വന്നു പോയാലുണ്ടല്ലോ, എത്ര ആരെന്ത് പറഞ്ഞാലും, എത്ര പ്രവാചകന്മാർ വന്ന് പറഞ്ഞാലും, കർത്താവ് ഡയറക്റ്റ് ഇറങ്ങി വന്നവർ പറഞ്ഞാലും അവൻ്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകത്തില്ല. കാരണം പിശാചവനെ പൊസസ് ചെയ്ത് കളഞ്ഞിരിക്കും. നല്ലവണ്ണം 100 കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം പറയാൻ എനിക്കുണ്ട്. ഹാലൽ 100 കണക്കിന് ദൈവദാസന്മാരുടെ സാക്ഷ്യം പറയുവാൻ. ഞാൻ പറഞ്ഞു 10-14 ദൈവദാസന്മാർ മാത്രം ഞങ്ങൾ ട്രെയിനിങ് സെന്ററിൽ പഠിച്ചു പോയിട്ടുണ്ട്. എത്രയോ പേർ ഇനി എണ്ണിപ്പറയാൻ കഴിയും നമുക്ക്. അവരുടെ വീഴ്ചയും ഉയർച്ചയും താഴ്ചയും, അവരുടെ മരണം പോലും. അത്ര മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വളരെ ഡേഞ്ചർ സിറ്റുവേഷനാണ് ഈ ലോകം. കൺമോഹം അല്ലേ, ഇതത്തെ പറഞ്ഞ കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം. അതാ ജീവിതത്തിലെ പ്രതാപം മറ്റൊന്നുമില്ല. ഈ ലോകത്തിലെ നമ്മുടെ മാനവും പ്രശസ്തിയൊക്കെയാ. ഏത് മനുഷ്യൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട് എന്നെപ്പറ്റി നല്ല വാക്ക് പറയണമെന്ന്, അല്ലേ? വെളിപ്പാട് ഇല്ല ആരെങ്കിലും ഞാൻ പറയാം, ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് ഞങ്ങൾ പണ്ടൊക്കെ കണിയാന്മാരുടെ അടുത്തും കെണിയന്മാരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. മഴയിട്ട് നോട്ടം മറ്റേ നോട്ടമൊക്കെ എന്തിനു വേണമെന്ന് അറിയാമോ? ഭാവി അറിയാൻ വേണ്ടിയാ, നാളത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാ. ഈ അകത്ത് വെമ്പൽ കൊള്ളുകയാ. പാപത്തിൽ വീണ ഏത് മനുഷ്യൻ്റെ അകത്ത് ഒരു വെമ്പലുണ്ട് നാളത്തെക്കുറിച്ച് അറിയുവാൻ. ഞാൻ വെളിപ്പാട് ദിവസം എടുക്കുമ്പോൾ ഞാൻ പാഴമായി എടുത്തോളാം. അത് ഏത് മനുഷ്യൻ്റെ അകത്ത് എൻ്റെ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച് ഒരു ആഗ്രഹം ഏത് മനുഷ്യൻ്റെ അകത്തുണ്ട്. അത് ജാതി ലോകത്ത് മാത്രമല്ല, പെന്തക്കോസ് കോളത്തിലുമുണ്ട്. അതുകൊണ്ട് കള്ളപ്രവാചകന്മാർ ഇതുപോലെ, കള്ളക്രിസ്തുക്കൾ ഇതുപോലെ പെരുകാൻ കാരണം അവരെ പെരുക്കിയത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ മോഹങ്ങളിൽ നിന്നാണ്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതുപോലെ വളരെ ഡേഞ്ചറായ സിറ്റുവേഷനാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. അവൻ സ്വർഗത്തിൽ ആഗ്രഹിച്ചത് അവൻ ഭൂമിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എവിടെയൊക്കെ ജീവനില്ലാത്ത മനുഷ്യന്റെ കൈപ്പണിയായ വിഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടോ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് മുഴുവനും പൈശാചിക ലോകമാണ്. കാരണം ഹല്ലേലൂയ, മനസ്സിലാവുന്നുണ്ടോ? ദൈവമേതുമില്ല എന്ന് വേദോസം പറയും. വേദമില്ല, ഒന്നുമില്ല. വിഗ്രഹം അർപ്പിച്ചാൽ എന്ത് വേദോസൊക്കെ പറയുക, ഒരു മൊട്ടയിൽ കൂടോത്ര എഴുതി വെച്ച് എന്തെങ്കിലും എഴുതി വെച്ച് അവിടെ കുഴിച്ചിട്ടാൽ പോലും പൊട്ടിക്ക് ഓംപ്ലേറ്റ് അടിച്ചാൽ കഴിക്കാമെന്ന് പറയും. നമ്മൾക്ക് ഭയവാ, കാരണം വിഗ്രഹങ്ങൾ ഏതുമില്ലെന്നേ, പക്ഷേ അതിനെ പിന്നിൽ വ്യാപരിക്കുന്നു. അതാണ് കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഒരു കല്ലിൻ്റെ ചുവട്ടിലോ കല്ലിന്മേലോ മരം കൊണ്ടോ സ്വർണം കൊണ്ടോ ഒന്നും ഒരു വിഗ്രഹം ഉണ്ടാക്കിയാൽ അതുങ്ങൾക്കൊന്നുമില്ല. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് മാത്രമാണ്. അതുങ്ങളെ എന്തെങ്കിലും ആരാധിച്ചുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഹല്ലേലൂയ, അതാണ് വിഷയം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ നിങ്ങളെ? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇവൻ ആരാണെന്ന് ആദ്യം അറിയണം. അവൻ സ്വർഗത്തിൽ ആഗ്രഹിച്ചത് നടക്കാതെ വന്നപ്പോൾ അവൻ ഭൂമിയിൽ നടത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ബോധക്കേട് വരുത്തി. അതുകൊണ്ട് മുടിയായ പുത്രന് പന്നിക്കുട്ടി കിടന്നപ്പോഴാണ് സുബോധം വന്നത്. നമുക്ക് ഇപ്പോഴും സുബോധം വന്നതെന്ന് സംശയമാണ്. ഇപ്പൊ നമുക്ക് പിതാവിന്റെ ഭവനം, സ്വർഗം, നിത്യത, ദൈവരാജ്യം, നിത്യജീവൻ, ഇതൊക്കെ പലപ്പോഴും നമുക്ക് കേൾക്കുന്ന പോലും അലർജിയായി മാറി. അതൊക്കെ മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അത് മാത്രമേ നമ്മുടെ പുസ്തകത്തിലുള്ളൂ. അതുകൊണ്ട് ഇവൻ ആഗ്രഹിച്ചത് നമുക്ക് വരാതിരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ കഴിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 1:26. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എന്താ പറഞ്ഞത്? പഠിച്ചതാ എന്താ വേദത്തിൽ പറഞ്ഞ്, ഞാൻ കഴിച്ച പറയാത്തത് മാത്രമേ പറഞ്ഞു പോകുക. ദൈവം മനുഷ്യനെ കുറിച്ച് എന്താ ആഗ്രഹിച്ചത്? വാഴുവിൻ. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറയട്ടെ ആ ആദമിനെ പോലെ തിരിച്ചു വരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോൾ സൃഷ്ടിപ്പിൽ ആദം എങ്ങനെയായിരുന്നോ അവനെപ്പോലെ മടങ്ങി വരാൻ വേണ്ടിയാ. ആദമിന് ശേഷം വരുന്നതെല്ലാം പാപത്താൽ ജ്വലിക്കപ്പെടുകയാണ് നമ്മളെല്ലാം. അതുകൊണ്ട് രണ്ടാം ആദം, സെക്കൻഡ് ക്രൈസ്റ്റ് എന്നല്ലേ രണ്ടാം ആദം, രണ്ടാമത്തെ ക്രിസ്തു എന്താ പറയുക, രണ്ടാം ആദം അല്ലേ? രണ്ടാം ആദം അത് ആരാണത്? വാക്ക് കിട്ടിയില്ല. ഒടുക്കത്വയാകാൻ അവനെപ്പോലെ ആയി മാറാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെക്കുറിച്ച്. അവനെപ്പോലെ ആയിട്ട് അവനെപ്പോലെ ഹിതം ചെയ്യുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മെക്കുറിച്ചും. ഹല്ലേലൂയ. ആദമിന്റെ മക്കളോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല. ആദമിനോട് ചോദിക്കുക, അവൻ പറയും കറക്റ്റായിട്ട്. കാരണം ആദം അവൻ അറിയാം
ദൈവം ആരെന്ന്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നല്ലവണ്ണം അറിയാം മാധവന്. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വരികയാണ് യഥാർത്ഥ മനുഷ്യത്തിലേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ ഒരുപാട് രാവിലെ ചോദ്യങ്ങൾ ചോദിച്ചു, ഭയങ്കര വലിയ ചോദ്യങ്ങൾ, ഈ തലമുറയിൽ യൗവനക്കാരെ കുടുങ്ങിക്കളയുന്ന ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് ഇത്തിരിയും കൂടി ആഴങ്ങളിലേക്ക് ക്ലാസ് എടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണം ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഈ മത്സ്യങ്ങളുടെ മേൽ കിങ്ഡം, ഫിഷ് കിങ്ഡം, ആകാശത്തിലെ പറവകൾ, ബേർഡ്സ് കിങ്ഡം, മൃഗങ്ങൾ, ആനിമൽ കിങ്ഡം, സർവ്വഭൂമിയുമേൽ പ്ലാനറ്റ് കിങ്ഡം, ഇഴയുന്ന ഇഴജാതിയമേൽ റെപ്റ്റൈൽ കിങ്ഡം, 5 കിങ്ഡത്തിന്മേൽ വാഴുവാൻ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. പഠിച്ച ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഓവർ ദ ഫിഷ്, ഓവർ ദ ബേർഡ് എന്നൊക്കെ പറയുന്നു. 5 കാര്യങ്ങൾ, 5 കിങ്ഡത്തിന്റെ മേൽ വാഴുവാൻ ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് അവകാശം കൊടുത്തു. സ്വർഗം യഹോവയുടെ സ്വർഗമാവുന്ന ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഈ ഭൂമിയിൽ മേൽ അധികാരം വേറെ ആർക്കുമില്ല. ഈ ഭൂമിയിൽ മേൽ അധികാരം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഭൂമി ദൈവത്തിൻ്റെതാണ്. അതിന്മേൽ അവകാശം, വാഴുവാനുള്ളത് അവകാശം ആർക്കാണുള്ളത്? ഭൂമി യഹോവയുടേത്. മനസ്സിലാവും? 262 രാജ്യങ്ങളുള്ള ഭൂമി യഹോവയുടേത്. എന്നാൽ ഭൂമിയിൽ വാഴുവാൻ അധികാരം ആർക്ക് കൊടുത്തു? മനുഷ്യർക്ക്. വാക്കുകൾ ശ്രദ്ധിച്ചോണേ, ഭൂമിയിൽ വാഴുവാനുള്ള അധികാരം മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ആ വാഴ്ച മനുഷ്യൻ പാപം ചെയ്ത് പിശാചിന് കൈമാറപ്പെട്ടു പോയി. ഭൂമിയല്ല ഞാൻ പറയുന്നത്, എൻ്റെ വാക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങൾ. ഭൂമിയല്ല പറയുന്നത്, ഭൂമി അതിൻ്റെ പൂർണ്ണതയും പറ യഹോവയ്ക്കുള്ളത്. അതിൽ വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യർ കൊടുത്തു. പക്ഷേ ആ വാഴുവാനുള്ള അധികാരം അവൻ ചെയ്യാത്തത് കൊണ്ട് ആ വാഴ്ച മറ്റൊരുവരിലേക്ക് മാറ്റപ്പെട്ടു പോയി. അതൊക്കെ കഴിഞ്ഞ കണ്ടതല്ലേ? അതാണ് 7th കിങ്ഡമായ ദൈവരാജ്യം, 6th കിങ്ഡമായ മാനുഷിക രാജ്യം. ഭൂമിയിലെ 5 കിങ്ഡത്തിന് മേൽ, ഫിഷ് കിങ്ഡം, ബേർഡ്സ് കിങ്ഡം, ആനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം, 5 കിങ്ഡത്തിന് മേൽ വാഴുവാൻ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. ഭൂമിയല്ല, ഭൂമിയിൽ ഉള്ളതിനെ വാഴുവാൻ, ഈ 5 കിങ്ഡങ്ങളെ വാഴുവാൻ ദൈവം മനുഷ്യർക്ക് അധികാരം കൊടുത്തു. വാഴ്ച, അധികാരം, വാഴുവാനുള്ള അധികാരം. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയുടേത് മാത്രമാണ്. അതിൽ വാഴുവാനുള്ള അധികാരം മനുഷ്യർക്ക് ദൈവം തന്നതാണല്ലേ, നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ആ വാഴ്ച കൈമാറ്റപ്പെട്ടു പോയി. ദൈവം നമുക്ക് പഠിച്ചതാ, അവനെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി ദേശം ബഹുമാനം അവൻ അണിയിച്ചിരിക്കുന്നു, അവനെ അധിപതിയാക്കി എന്നൊക്കെ കണ്ടു. എന്നാൽ ഇപ്പോൾ അവന് കീഴ്പ്പെട്ടതായിട്ട് കാണുന്നില്ലെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഞാൻ വിട്ടുപോകുകയാണ്. അവൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ പിശാചിലേക്ക് ആ വാഴ്ച കൈമാറ്റപ്പെട്ടു പോയി. മനസ്സിലാവുന്നുണ്ടോ? വാഴുവാനുള്ള അധികാരം പിശാചിലേക്ക് കൈമാറ്റപ്പെട്ടു പോയി. അല്ലേ? ക്ലിയർ ആണല്ലോ? ഹല്ലേലൂയ. അപ്പോൾ മറന്നു പോകരുത്, ഇപ്പോൾ 7th കിങ്ഡമായ ദൈവരാജ്യം 6th കിങ്ഡമായ മനുഷ്യനെ ഭരിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇന്ത്യ വിട്ടിരിക്കുന്നത്. പണ്ട് ഇന്ത്യ അല്ലായിരുന്നു അല്ലേ? ദൈവം 7th കിങ്ഡമായ ദൈവരാജ്യം മനുഷ്യ കിങ്ഡമായ 6th കിങ്ഡത്തെ ഭരിക്കുന്നു. മനുഷ്യൻ ഭൂമിയെ ഭരിക്കുന്നു. ഞാൻ പറയാം, പാപം ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരൊന്നും പാപം ചെയ്താലുണ്ടല്ലോ, ആത്മാവ്, പരിശുദ്ധാത്മാവ്, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറകിലേക്ക് ആത്മാവിലേക്ക് പിൻവലിഞ്ഞു പോകും. പിന്നെ കാണുന്നവരോടൊക്കെ ദേഷ്യമായിരിക്കും, കാണുന്നവരോടൊക്കെ വെറുപ്പായിരിക്കും നമുക്ക്, അല്ലേ? ചർച്ച വന്നാൽ പോലും ആരും മിണ്ടത്തില്ല, ആശീർവാദം പറയുന്നതിന് മുമ്പേ പൊയ്ക്കളയും. ഭക്ഷണം കഴിക്കാൻ എന്തുകൊണ്ടെന്നറിയാമോ? പാപം അവനെ, ദൈവത്തെയും അവനെ തമ്മിൽ വേർപെടുത്തി കളഞ്ഞു. രക്ഷിക്കപ്പെട്ടവനാ, ആത്മാവിൽ ദൈവജീവനുണ്ട്, ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവനാ. പക്ഷേ പാപം അവന്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ വേർതിരിച്ചു കളഞ്ഞു. പിന്നെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ ചീത്ത വാക്കുകളായിരിക്കും, ദേഷ്യമായിരിക്കും, സഹോദരൻ പറ്റിയ കുറ്റമായിരിക്കും. കാരണം എന്താ? രക്ഷിക്കപ്പെട്ടവനാ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? പക്ഷേ അകത്ത് ആ ക്രിസ്തുവായുള്ള ആ ബന്ധത്തിൽ നിന്ന് വേർപെട്ടു പോകുകയാണ് പാപം. അതിനൊറ്റ കാര്യം, പാപം മാത്രമാണ്. അങ്ങനെ ആദം പാപം ചെയ്തപ്പോൾ ദൈവരാജ്യം അവന് വേർപെട്ടു പോയി. പിന്നീട് മനുഷ്യൻ ജീവിച്ചത് മുഴുവൻ സ്വയത്തിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതേക്കുറിച്ച് പറയാൻ നമ്മുടെ വിഷയം അതല്ല, ഞാൻ വിട്ടുപോകുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ചിന്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ ചിന്തിച്ചോ, പഠിക്കാൻ നല്ല മാർഗമാണ്. ഉൽപ്പത്തി 2:7 മനുഷ്യൻ സൃഷ്ടിച്ചു, അവനെ ജീവനുള്ള ദേഹിയായി ഭൂമിയിൽ നിർത്തി. 6-ാം അധ്യായം വന്നപ്പോൾ കർത്താവ് പറയാ, അവർ തനി ജഡമല്ലയോ. ദേഹിയിൽ നിർത്തിയ മനുഷ്യനെ കർത്താവ് ഇപ്പൊ പറയാ, അവൻ തനി ജഡത്തിൽ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് ദേഹിയിലുമല്ല ജഡത്തിലുമല്ല, പൊക്കിയെടുത്ത ആത്മാവിലേക്ക് നിർത്തിയിരിക്കുന്നു. ഞാനിത് പറഞ്ഞത് വരും നാളുകളിൽ അതിനെക്കുറിച്ച് ആഴമായി
താഴത്തെ സർവീസിൽ നമ്മൾ പഠിക്കും, മറ്റൊരു താഴെ എന്താ പറയുക നമ്മുടെ ഡെലിവേഴ്സ് ക്ലാസ്സിൽ പഠിക്കും. അത്രമാത്രം ഒരു വലിയ വിളി നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ജഡത്തിൽ ജീവിച്ചാലും സ്വയത്തിൽ ജീവിച്ചാലും നമുക്കൊരിക്കലും ഈ ലോകത്ത് ജയിക്കാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ദേഹിയിൽ നിർത്തിയ മനുഷ്യന് അവന് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ പാപം ചെയ്ത ശേഷം മനുഷ്യനെ ലോകത്തെ ജയിക്കുവാൻ കഴിയില്ല. കാരണം ലോകത്തിന്റെ പ്രഭു വേറൊരുത്തനാ, നമ്മൾ വെച്ചു വിട്ടുകൊടുത്തതാ. ഇനി ചിന്തക്കായി വിടുകയാ. ബൈബിൾ വായിക്കാൻ തുടങ്ങിയല്ലോ നിങ്ങളുടെ ചിന്തക്കായി ഞാൻ വിടുകയാ. ഒരു സഭയുടെ പർപ്പസ് ഉണ്ട്, നമുക്ക് സഭയെ വിളിച്ചതിന്റെ പർപ്പസ് ഉണ്ട്. അതിലേറ്റവും വലിയ പർപ്പസാണ് ഈ ഭൂഖണ്ഡത്തിൽ, ഈ കാണുന്ന ഭൂമിക്കകത്ത് ദൈവം നമ്മെ വാഴുവാൻ അധികാരം കൊടുത്തു. നമ്മളിലൂടെ ആ വാഴ്ച നഷ്ടമായി പോയി. നമ്മളുടെ തന്നെ അവൻ്റെ ആത്മാവിനാൽ നമ്മൾ അധികാരം തിരിച്ചു പിടിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ അവന് കൊടുത്ത ആ അധികാരം നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. അതാണ് യഥാർത്ഥ സഭയുടെ അധികാര പർപ്പസ് എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അകത്ത് ഗ്രഹിച്ചാലേ നമുക്ക് നമ്മുടെ ഈ ഓട്ടമോടി തീർക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ താന്നും പൊങ്ങി നമ്മൾ ജീവിക്കേണ്ടി വരും. സന്തോഷമാണ്. ഓക്കെ, ഇപ്പോൾ പിശാച് ഈ ലോകത്തെ ഭരിക്കുന്നത് ആരാണ്? പിശാചാണ്, നമുക്കറിയാം അല്ലേ? പിശാചാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. ആ 6th കിങ്ഡം, അതുകൊണ്ട് 6 മനുഷ്യന്റെ സംഖ്യയാണ് 6. അതുകൊണ്ട് 6 6 6. മനുഷ്യന് തൃത്വമുണ്ട്, ദൈവത്തിന് തൃത്വമുണ്ട്, പിശാചിനും തൃത്വമുണ്ട്. പഴയ പാമ്പ്, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. അതുകൊണ്ടാണ് 6 6 6 എന്നൊക്കെ പറയാൻ കാരണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും എഴുതിക്കൂട്ടാൻ വേണ്ടി എഴുതിയതല്ല. എല്ലാത്തിൻ്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ട്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മിണ്ടിയില്ല, കേട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തെ ഭരിക്കുന്നത് ഈ പൈശാചിക ലോകമാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞേ മതിയാകത്തുള്ളൂ, ഇന്ന് ലോകം ഭരിക്കുന്നത് പിശാച, വേറെ ആരുമല്ല. ഈ ലോകത്തിലെ ഭരണ സംവിധാനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഞാനിപ്പോൾ പറയുന്നില്ല, എന്നാൽ പോലും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനാണ് ഭരിക്കുന്നത് അല്ലേ? ഇന്ത്യ ഭരിക്കുന്നത് മനുഷ്യനാ, അമേരിക്ക ഭരിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അല്ല. അതിൻ്റെ പിന്നിൽ വരുന്ന ആളുകളിലെ ക്ലാസ് എടുക്കാൻ എനിക്ക് അറിയാൻ കഴിയും. ഏതിൻ്റെ പിന്നിലും ഒരു കരമുണ്ട്, അദൃശ്യകരം. ആ കരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പറഞ്ഞു, കർത്താവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായ കൊണ്ട് കർത്താവിന് മനസ്സിലായി, ഇവരെ കൊണ്ട് ചെയ്യിക്കുകയാ. ഇവർ ചെയ്യുന്നതിൻ്റെ പിന്നിൽ വേറൊരു അദൃശ്യ കരമുണ്ട്. ആ കരം കാണാൻ പഠിക്കണം നമ്മൾ. അവൻ്റെ പ്രവൃത്തികൾ കാണാൻ പഠിക്കണം നമ്മൾ. അവിടെ പഠിച്ചാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഓടാൻ കഴിയും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, മനുഷ്യരോട് നമുക്ക് എതിർപ്പായിരിക്കും. അവനാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജഡത്തിൽ ജീവിച്ചാൽ ജഡരക്തം നമുക്ക് എന്താ പറയുക, സ്പിരിച്വൽ വാർഫെയർ എന്നൊരു ക്ലാസ് പിന്നീട് പഠിക്കും. അതിൽ ആത്മീയ യുദ്ധത്തിൽ അനേക വിശ്വാസികളും പെട്ടുകിടക്കുക, ജയിക്കാൻ കഴിയാതെ. കാരണം അറിയാമോ, ജഡത്തോട് പോരാടുകയാണെങ്കിൽ നമുക്കൊരിക്കലും സ്പിരിച്വൽ കിങ്ഡത്തെ ജയിക്കാൻ കഴിയത്തില്ല. പൈശാചിക ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. അത് വലിയ പിശാചിക തന്ത്രമാണ്. നമ്മെ ജഡത്തിലാക്കി കളയുക, നമ്മളെ ജഡികരാക്കി മാറ്റിക്കളയുക. നമ്മളെ ജഡത്തിൽ വീണാൽ നമ്മൾ ഇങ്ങനെ കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. വാ കൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ഇടയ്ക്ക് കാണിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരെല പോലും അനങ്ങത്തില്ല, ഒരു ഈച്ച പോലും മുഖത്തില്ല. കാരണം അറിയാമോ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജഡരക്തങ്ങളോടല്ല നമ്മുടെ പോരാട്ടം, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിന്റെ അധിപതികളോടും. മനസ്സിലാവുന്നുണ്ടോ? അവിടെയൊക്കെയാണ് പിശാച് നമ്മെ ചതിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് അല്പമായിട്ട് നമ്മൾ സംസാരിക്കും അതിനെക്കുറിച്ച്. ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞു പോകുന്നത് കർത്താവ് തരുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒഴിവിലൊക്കെ പഠിച്ച് അവസാനിപ്പിച്ചത് ലൂക്കോസ് 4:6 പറയുന്നു, ഈ അധികാരം ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എൻ്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവരിന് ഞാൻ കൊടുക്കും. ഇത് ആരോടാ പറയുന്നത്? നോക്കി, ഈ പ്രപഞ്ചം മുഴുവനും അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവനോട് പറയാ. ഇതൊക്കെയാ ഈ അധികാരമൊക്കവും മലയുടെ മോളിക്കോട്ട് കേട്ടിട്ട് പറയാ, സർവ്വലോകവും ഈ കാണുന്ന അല്ലേ എല്ലാത്തിൻ്റെയും അധികാരം മഹത്വവും അതിൻ്റെ മഹത്വം ഞാൻ നിനക്ക് തരാം. അതൊക്കെ എങ്കലേൽപ്പിച്ചിരിക്കുന്നു. ആ വാക്ക് ശരിയാണോ? തെറ്റല്ലേ? ഇത് നിർമ്മിച്ചവൻ അവിടെ വന്ന് ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാ. ഈ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും അല്ലെ സർവ്വത്തിനെയും സൃഷ്ടിച്ചവൻ മുമ്പിൽ വന്ന് നിൽക്കുക. അവനോടാ പറയുന്നത് ഇതൊക്കെ എൻ്റെയാണെന്ന്. തെറ്റല്ലേ? അല്ല, അവൻ പറഞ്ഞത് കറക്റ്റാ. കാരണം അതിന് മറുപടിയായി യേശു ഒന്നും പറഞ്ഞില്ല. കാരണം അറിയാമോ, അത് ഇപ്പൊ യേശുവിന് പോലും ഇടപെടാൻ കഴിയത്തില്ല. കാരണം പാപനിമിത്തം മനുഷ്യന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു പോയി, അല്ലെങ്കിൽ കൈമാറ്റപ്പെട്ടു പോയി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്, മനുഷ്യരിലൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് കർത്താവ് മരിച്ചത്.
നമ്മുടെ പറയും കർത്താവ് എന്നോട് ചെയ്യട്ടെ ബ്രദർ എന്ന് പറയും. അയ്യോ അങ്ങനെ പറഞ്ഞിരുന്നാൽ മൂക്കിൽ പഞ്ഞി വെക്കുന്നവരെ പറഞ്ഞിരിക്കാം, അത്രയും പറ്റുള്ളൂ നമുക്ക്. കർത്താവ് എന്നോട് ചെയ്യട്ടെ, അവനെല്ലാം അറിയാമല്ലോ, അവൻ എന്നെ കൊണ്ട് ചെയ്യിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. മൂക്കിൽ പഞ്ഞി വെക്കുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവ് ക്രൂശിൽ മരിച്ചത്, അവൻ ജീവിച്ച് തെളിയിച്ചത് അവനെ പോലെ ജീവിക്കാൻ വേണ്ടിയാ, വിശ്വാസത്താൽ അതിന്മേൽ ജയമെടുക്കാൻ വേണ്ടിയാ. നമ്മളാ ചെയ്യേണ്ടത്. വെളിപ്പാട് 12:11 അവർ നമ്മൾ കുഞ്ഞാണ്ട് രക്തം ഹേതുവായും തങ്ങളുടെ വായിലെ വാക്കുകളല്ല, പ്രസംഗമല്ല, ജീവിതം അവന് വായിലെ സാക്ഷ്യവാനത്താൽ അവനെ ജയിച്ചു. മരണബന്ധിനും പര്യന്തം പ്രാണനെ സ്നേഹിച്ചതുമല്ല. കാരണം പ്രാണന്റെ മേൽ, ദേഹിയുടെ മേലാ ഇവൻ അധികാരം. മറ്റവന് സ്വയത്തിലാണല്ലോ അവൻ അധികാരം ഇരിക്കുന്നത്. ഈ സ്വയത്തെ നമുക്ക് സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ അവന് പിശാചിന് എവിടെ പ്രവർത്തിക്കാൻ കഴിയും? ഞാനീ പറയുന്നത് കൂടി പോകുന്നുണ്ടോ? എൻ്റെ സോളിന്റെ മേലാണ് പൈശാചികലോകം വാഴുന്നത്. അദൃശ്യലോകത്ത്, 6th കിങ്ഡം ഇരിക്കുന്നത് അദൃശ്യലോകത്തിലാണ്. എൻ്റെ സോൾ അദൃശ്യമാണ്. മനുഷ്യന്റെ 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രമേ ദൃശ്യലോകത്തിലുള്ളൂ. ബാക്കി സ്പിരിറ്റും സോളും അദൃശ്യലോകത്തിൽ ജീവിക്കുകയാണ്. ആ സ്പിരിച്വൽ കിങ്ഡത്തിലാ മനുഷ്യനെ ഇരുത്തിയിരുന്നത്. മനസ്സാവുന്നുണ്ടോ? അതാണ് പാപം ചെയ്തപ്പോൾ കൈമാറ്റപ്പെട്ടു പോയത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നതെല്ലാം? അപ്പോൾ പിശാച് പറയുന്നത് ഈ അധികാരമൊക്കെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഒരു മറുപടിയും പറഞ്ഞില്ല. കാരണം അതിന് കൊടുത്തിരിക്കുക നമ്മൾ. കാരണം കർത്താവ് നമ്മെ ഏൽപ്പിച്ചതാ ഈ 5 കിങ്ഡത്തിന് മേൽ. ഫിഷ് കിങ്ഡം അല്ലെ, ആനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് 5 കിങ്ഡത്തിനെ വാഴുവാൻ നമ്മളെ ഏൽപ്പിച്ചതാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവ് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. ഇത് മുഴുവനും അവൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുക. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഒരു സഭയുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയെങ്കിൽ നമ്മളാൽ അത് തിരിച്ചു പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ ചില രഹസ്യങ്ങൾ പറയാം, മറ്റൊന്നുമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സ്ത്രീയിലൂടെ മാനവരാശിക്ക് നഷ്ടം സംഭവിച്ചെങ്കിൽ, ഹവ്വ എന്ന് പറയുന്ന സ്ത്രീയിലൂടെ മാനവരാശി ദൈവത്തെ വിട്ട് പോകാൻ തക്കവണ്ണം നഷ്ടം സംഭവിച്ചെങ്കിൽ, ഈ 2000 വർഷക്ക് മുമ്പ് ഒരു സ്ത്രീയിലൂടെ അത് മടക്കിക്കൊണ്ടുവന്നു, രക്ഷകനെ മടക്കിക്കൊണ്ടുവന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു സ്ത്രീയെ നഷ്ടമാക്കിയെങ്കിൽ വേറൊരു സ്ത്രീയുടെ രക്ഷകനെ നാം ചെയ്തു. ഉൽപ്പത്തിയിൽ പാപം ചെയ്ത് ഒരു മരത്തിന്റെ പറകിൽ പോയി മനുഷ്യൻ ഒളിച്ചു നിന്ന് ദൈവത്തെ കാണാതെ കഴിയാതെ വണ്ണം. എന്നാൽ കാൽവരി ക്രൂശിൽ അതേ മരത്തിലൂടെ നമ്മെ ദൈവമായി അടുപ്പിക്കാൻ തക്കവണ്ണം ഒരു വഴിയൊരുക്കി വെച്ചു. മനസ്സിലാവണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഒട്ടനവധി മർമ്മങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. ദൈവം പുതിയതുണ്ടാക്കുകയല്ല, നമ്മളിലൂടെ ദൈവം അത് തിരിച്ചു പിടിക്കുക. നമ്മളിലൂടെ നമ്മളിങ്ങനെ കുട്ടികൾ നമ്മളെന്താ പറയുക, ഞാൻ പാവമാണ്, പൊടിയാണ്, കൃമിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അല്ല. കർത്താവ് ക്രൂശിൽ മരിച്ചതും അവൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയതൊക്കെ ഒരു ജയജീവിതത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. വാക്കിന്മേൽ വ്യാപരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. മനസ്സാവുന്നുണ്ടോ? നമ്മളാ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറയുന്ന വാക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. അന്തിക്രിസ്തു ഇവിടെ വന്നെന്ന് പറഞ്ഞേക്കരുത് നിങ്ങൾ. കർത്താവ് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അന്തിക്രിസ്തുകൾ വേണ്ടെന്ന് ഞാൻ പറയുക. പരിശുദ്ധാത്മാവിനൊരു കുറവുണ്ടെന്ന് ഞാൻ പറയുക. ഞാൻ വെള്ളം കുടിക്കാൻ. ഇനി പരിശുദ്ധാത്മാവിന് ഒരു കുറവുണ്ടെന്ന് ഞാൻ പറയുക. നിങ്ങളൊക്കെ നെറ്റി ഇപ്പം ചുളുങ്ങും. അന്തിക്രിസ്തു ഇപ്പം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയല്ലേ. കുറവുണ്ടോ? കർത്താവിൻ്റെ ആത്മാവിന് കുറവുണ്ടോ? പറ നിങ്ങൾ. പേടിച്ചിരിക്കുന്നത്. കുറവുണ്ടോ? ഇല്ല അല്ലേ? ഞാൻ പറയുന്നത് കുറവുണ്ടെന്ന്. ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവിന് കുറവുണ്ടെന്ന്. പേടിക്കൊന്നും വേണ്ട. നല്ല ലൈവ് ഉണ്ട്, നല്ല ലൈവ് ഉള്ളതുകൊണ്ടാ. ഞാൻ പറയാർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിക്കകത്ത്, ഈ ദൃശ്യലോകത്തിനകത്ത് ആത്മാക്കൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൃശ്യലോകത്തിനകത്ത് ആത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം കർത്താവ് ചോദിക്കുക നമ്മോട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ശരീരം വിട്ടുകൊടുത്താൽ ആത്മാവ് നമ്മിൽ വസിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കും. ഇത് തന്നെയാ അശുദ്ധാത്മാവും. പിശാചും സ്പിരിച്വലാ അല്ലെ, സ്പിരിറ്റാണ് അവനും. അവനും പ്രവർത്തിക്കണമെങ്കിൽ അവനും ചോദിക്കുന്നത് ഒരു ശരീരമാണ്, നാവാണ്, ഒരു ചിന്തകളാണ്, മനസ്സാണ് അവൻ ചോദിക്കുന്നത്. അത് നമ്മൾ വിട്ടുകൊടുത്താൽ അവനും നമ്മളിലൂടെ അത് ചെയ്തുകൊണ്ടിരിക്കും. പേടിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ തിരിച്ചു മറിച്ചിട്ടത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്.
ഇല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ മറന്നു കളയും. ശരിയാണോ? യെസ്. കർത്താവ് നമ്മെക്കുറിച്ച് ചോദിക്കുന്നത് ഒരു ശരീരം ചോദിക്കുക. അതുകൊണ്ട് റോമർ 12:1 പറ, 1-2 വാക്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഏതാ നല്ല ആരാധന? എന്താ? നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ശരീരത്തെ ജീവനും ഭക്തിയോടും അവന്റെ കരങ്ങളിലേക്ക്, അദൃശ്യനായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറ, കർത്താവേ, കർത്താവിന്റെ ആത്മാവേ, ഇതാ ഞാൻ നൽകുന്നു. അവൻ വന്ന് എവിടെയാ? ആത്മാവിലല്ല, ഹൃദയത്തിനകത്ത് വന്നു വാണ് അവന്റെ പ്രവൃത്തി ചെയ്തിരിക്കും. അവന്റെ ലൈവ്, അവന്റെ ചിന്തകളൊക്കെ ലൈവായിരിക്കും. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എബ്രായലേഖനം 12-21 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നതും നമ്മെ ഇരുത്തിയിരിക്കുന്നതും 8 മനോഹരമായ സ്ഥലങ്ങളിലാണ്. ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? സ്വർഗീയ സിയോണിലും 1000 ദൂതസംഘങ്ങളുടെ നടുവിലും പുതിയ യെരൂശലേമിലും പുതിയ നിയമത്തിന്റെ രക്തത്തെക്കാൾ, അല്ലേ, ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിലും വിശുദ്ധന്മാരുടെ, അല്ലേ, എടുക്കാൻ പോയ വേണ്ട സമയം പോവും. 8 മനോഹരമായ സ്ഥലങ്ങളിലേക്കാ, അതിനർത്ഥം സ്വർഗീയ കൗൺസിലിലേക്കാ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. എൻ്റെ വാക്കുകൾ എടുക്കാമെങ്കിൽ എടുത്തോ നിങ്ങൾ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും വീണ്ടും ജനിപ്പിച്ചത് ഈ എവിടെയെങ്കിലും ന്യൂ ലൈഫ് പോലത്തെ അല്ലെങ്കിൽ IPC പോലത്തെ ഏതെങ്കിലും സഭ ഒതുങ്ങാൻ വേണ്ടിയല്ല. സ്വർഗീയ കൗൺസിലിൽ അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ, അവിടെ കേൾക്കുന്ന വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാ. എത്ര മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാ 7 സഭയോട് പറയുമ്പോൾ എന്താ പറയാ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആര് പറയുന്ന ചെവിയുള്ളവനാ? ഞങ്ങൾ കോറിൽ പറയുന്നത് എങ്ങനെ? ഞങ്ങൾ കുറെ കോറന്മാരുണ്ട് ഇവിടെ. ഞങ്ങൾ കോറി തിരുന്നു, അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ കോറി പറയുന്നത് ഇവിടെ പറയുന്നല്ല, അതൊക്കെ പറയും ഞങ്ങൾ, വേറെ കാര്യം. പക്ഷേ അതിനേക്കാൾ വലിയ കൗൺസിലുണ്ട് അവിടെ. പിതാവും പുത്രന്റെ പരിശുദ്ധാത്മാവും അടങ്ങുന്ന ആ വലിയ കൗൺസിലിൽ കേൾക്കുന്നത് വിളിച്ചു പറയാൻ ശക്തിയുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക, വിശുദ്ധിയോടെ ഏൽപ്പിച്ചു കൊടുക്കവന്. വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും സംഭവിക്കും. നീതിമാന് 7 വട്ടം വീണാലും അവൻ ചാടി എഴുന്നേറ്റിരിക്കും. ഹല്ലേലൂയ. വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾ. ഹല്ലേലൂയ. ഒട്ടും വൈകാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന നല്ല അധികാരമുള്ള ദൈവദാസന്മാരായി നിങ്ങൾ മാറിയിരിക്കും. പാപം ചെയ്യില്ല എന്നല്ല, വീഴ്ചയില്ലെന്നല്ല ഞാൻ പറയുന്നത്. വീണാലും ചാടി എഴുന്നേക്കും. കാരണം കണ്ടത് സ്വർഗമാണ്, സ്വർഗീയ കൗൺസിലാണ്. അവിടെയാണ് എൻ്റെ അകത്തേക്ക് മനുഷ്യൻ ജീവിക്കുന്നത്. അവിടെ നിന്ന് കേൾക്കുകയാ, അതാ വിളിച്ചു പറയുന്നത്, അതാ വിളിച്ചു പറയേണ്ടത്, അത് മാത്രമായിരിക്കണം. ഹല്ലേലൂയ. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് എബ്രായർ 2:8 പറയുന്നു, സകലം അവന്റെ കാൽ കീഴിലായിരിക്കുന്നു എന്ന് ഒരുവൻ എവിടെടുത്ത് പറഞ്ഞിരിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചു തന്നാ ദൈവം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നമ്മെ വാഴുവാൻ ഏൽപ്പിച്ചു തന്നതാ. സകലം അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലം അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. കാരണം നമ്മൾ തന്നെ ആദം പാപം ചെയ്തപ്പോൾ ആ വാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിനെക്കുറിച്ച് വരുന്ന നാളുകളിൽ കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കും. എന്താ? സന്താനപുഷ്ടിയുള്ളവരായി 27-ാം അധ്യായം 27-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ 1:27 വാക്യം, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. വാക്യം മനസ്സിലായോ? മർമ്മങ്ങളാ സന്താനപുഷ്ടി. മലയാളത്തിൽ ഇങ്ങനെ സന്താനപുഷ്ടി എന്താ? ശരിക്കും ഇംഗ്ലീഷിൽ ഫ്രൂട്ട്ഫുള്ളാ. അത് എല്ലാ മേഖലകളും ഉണ്ട്. മക്കളെ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല. അത് ആരും സ്റ്റഡി ക്ലാസ് ഒന്നും കൊടുക്കണ്ട. ഒരു മൃഗങ്ങൾക്ക് മനുഷ്യന് സ്റ്റഡി ക്ലാസ് ഒന്നും വേണ്ട. അതിന് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിന് ശരിക്കുള്ള വാക്ക് ഫ്രൂട്ട്ഫുൾ എന്നാ. അത് എല്ലാ മേഖലകളിലും ഫ്രൂട്ട്ഫുള്ളാണ്. 2 നിറഞ്ഞ് പെരുകി. ഇതാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വാക്ക് 2 എണ്ണമുണ്ട്. അടക്കുക, വാഴുക. റാധ എന്ന ഹീബ്രു പദമാണ് അത് കൊടുത്തത്. വാഴുക. അതൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ കഴിഞ്ഞ പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ? ഞാനിവിടെ പറഞ്ഞു തോന്നുന്നു കഴിഞ്ഞ ഈ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി 1:28 വാക്യം പറഞ്ഞിട്ട് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക 5 കാര്യം പറഞ്ഞിട്ട് അതെന്താണെന്നുള്ള പിന്നീട് പഠിക്കും, ആഴമായി പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. അത് വേറെ ക്ലാസ്സാ. എന്നിട്ട് 9-ാം അധ്യായത്തിൽ വരുമ്പോൾ പാപം ചെയ്ത് ശേഷം മനുഷ്യന്റെ മേൽ ന്യായവിധി വന്ന് നോഹയുടെ കാലത്ത് ജലപ്രളയം വന്ന് മനുഷ്യരിലെ ചത്തൊടുക്കി പോയ ശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ പറയുന്ന വാക്യം ഉണ്ടെങ്കിൽ വായിച്ചു. അടുത്ത വാക്യം ഇതാ കേൾക്കേണ്ട വാക്യം. അടുത്ത വാക്യം 1 ഉൽപ്പത്തി പറഞ്ഞ അതേ വാക്യം. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ്. അത്രയേ ഉള്ളൂ. വാക്കി അടക്കാനും അല്ലേ വാഴുവാനും മനുഷ്യന്റെ പക്കൽ നഷ്ടപ്പെട്ടു പോയി.
താഴേക്ക് പഠിക്കുമ്പോൾ മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് നിങ്ങളോട് ഭയമായിരിക്കും, പക്ഷെ വാഴുവാൻ പറഞ്ഞിട്ടില്ല. പാപത്തിൽ വീണ മനുഷ്യന് വാഴുവാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വാഴണമെങ്കിൽ 4-ാമത്തെ കാര്യം ചെയ്യണം. എന്താണ് 4-ാമത്തെ കാര്യം? അടക്കുക. ഇന്നത്തെ തലമുറയിൽ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അങ്ങനെ അടക്കുന്നവരാണ് 1000 ആണ്ടിൽ വാഴാൻ പോകുന്നത്. പലതും ഗ്രഹിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞ്, ഇല്ലെങ്കിൽ വിട്ടേക്കത്. ഓക്കെ, അപ്പോൾ സകലതും ഇപ്പോൾ അവൻ്റെ സകലമൊന്നും കീഴ്പ്പെട്ടതായി കാണുന്നില്ല. യോഹന്നാൻ 5:19 പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും. അവിടെ പറയുന്നു ദ ഓൾ വേൾഡ് അല്ലേ ലൈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഈവിൾ വൺ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, ഭരിക്കുന്നത് ആരാണ്? അത് എഡ്യൂക്കേഷൻ സിസ്റ്റം, രാഷ്ട്രീയം, എന്തൊക്കെയാ അല്ലേ? എല്ലാ മാനുഷിക ഭരണത്തിൻ്റെ മേലും, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ, എല്ലാ മാനുഷിക ഭരണത്തിൻ്റെ മേലും ഭരിക്കുന്നത് മനുഷ്യനാണ്. പക്ഷെ അതിൻ്റെ പുറകിലാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആരാ? പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ അടുത്ത് വരുന്നൊന്നുമില്ല. അവൻ പറഞ്ഞത് കൊണ്ടൊന്നും ആർക്കും ഭയപ്പെടണ്ട. ഈ രാത്രിയൊക്കെ അമ്പലത്തിന് മുമ്പിൽ കൂടെ രാത്രി 2 മണിക്കൊക്കെ പോകുമ്പോൾ രക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് അല്ലേ? പള്ളി ശവപ്പറമ്പിന് മുമ്പിൽ കൂടി പോകുമ്പോൾ രക്തം ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോകും അല്ലേ? ഏതെങ്കിലും ഹൈ റേഞ്ച് കയറുമ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അറിയാതെ വായിൽ, ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നതുകൊണ്ടാണ് പറയുന്നത്, രക്തം ചെയ്യും. ഒന്ന് പേടിക്കാന്നേ, വിളിച്ചവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ മനുഷ്യനൊന്നും അല്ല, ഒരു രാഷ്ട്രീയക്കാരുമല്ല, ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒന്നും അല്ലെന്നേ അല്ലേ? വീട് കാവലായി ഈ മന്ത്രിമാരെയൊക്കെ വീടിനുള്ളിൽ നിർത്തിയിട്ട് അവർക്ക് കൊല്ലുവാൻ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ പോലീസുകാർ വന്ന് കാവൽ നിൽക്കും ഇല്ലേ? ഇത് ആ പരിപാടിയൊന്നുമല്ല. ഇത് പറഞ്ഞത് സ്വർഗമാ. ഹല്ലേലൂയ. അതാ നമ്മുടെയൊക്കെ ക്രിസ്ത്യ ജീവിതത്തിന്റെ മഹത്വം. അതാണ് ഭയമൊക്കെ തികഞ്ഞ ദൈവസ്നേഹത്തിൽ വളരുമ്പോൾ മാത്രമേ ഭയത്തെ പുറത്താക്കാനും കഴിയത്തുള്ളൂ. അവിടെ മുതലാണ് നമ്മുടെ അധികാരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഓക്കെ വിട്ടുപോകുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് അത് ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആകാം, രാഷ്ട്രീയ മേഖലയാകാം, ഏത് മേഖലയുടെ പിന്നിൽ ഭരിക്കുന്നത് പോലും പൈശാചിക ലോകമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. 2 Corinthians 4:4 വായിച്ചേ. പണ്ടിവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വേഗത്തിൽ വിട്ടുപോകുകയാണ് അതിനെക്കുറിച്ച്. ദൈവപ്രതിമയായ സാക്ഷാലിയാകുന്ന ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിനർത്ഥം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു പറഞ്ഞാൽ നോക്കി, ദൈവപ്രതിമയായ സാക്ഷാൽ തേജോമയനായ ഒരു മനുഷ്യൻ കണ്ടിട്ടും ജീവിച്ചിരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ആ തേജോമയനായ പരിശുദ്ധരിൽ പരിശുദ്ധനായ അവൻ്റെ സ്വർഗം അവന് നിർമ്മലമല്ല, അവൻ്റെ കണ്ണിൽ ഭൂമി പോലും അവന് ഒന്നുമല്ല. ആ സ്വർഗത്തിൽ പോലും ഒതുങ്ങാത്ത വലിയ ദൈവത്തിൻ്റെ പ്രതിമയായി ഭൂമിയിൽ അവതരിച്ചതാണ് ക്രിസ്തു. ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് യേശുവിനെ അറിയേണ്ടതുപോലെ അനേകരും അറിഞ്ഞിട്ടില്ല. അതാ വിഷയം. ദൈവപ്രതിമയായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടി വിയിലൊക്കെ കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് ഒരു മന്ത്രിമാരുടെയൊക്കെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചു, സിനിമ നടിമാരൊക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ച് ആ നടിയെ, അവിടെ ജീവനുള്ള നടിയെ അവിടെ ഇരുത്തിയാൽ ഇത് ഏതാണെന്ന് പോലും അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മെഴുക് പ്രതിമയൊക്കെ ഉണ്ടോ നിങ്ങൾ? മെഴുക് പ്രതിമ തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുപോലെ ഡിറ്റോ ആയിരിക്കും ഈ ലോകത്തിലെ മനുഷ്യൻ ഉണ്ടാക്കുന്നതെങ്കിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിനെ ഉറ്റു നോക്കിയാൽ മതി, ശ്രദ്ധയോടെ നോക്കിയാൽ മതി, നമുക്ക് സാക്ഷാൽ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. ശ്രദ്ധയോടെ. അതുകൊണ്ട് അവനെ ശ്രദ്ധിച്ചു നോക്കി എന്നൊക്കെ സംഘത്തക്കാരൻ അവിടെ എബ്രായ ലേഖനത്തിലൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുവീൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ദിവസം കർത്താവിൻ്റെ ദിക്കുകളെ സംസാരിച്ചോളാം നിങ്ങളെ. അപ്പോൾ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ അല്ലേ, താഴെ പഠിച്ചവർക്കറിയാം, ക്രിസ്തുവിൻ്റെ സുവിശേഷമുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമുണ്ട്, ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. അപ്പോൾ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം അതിൻ്റെ പ്രകാശനം, അതിൻ്റെ വെളിപ്പാട് ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സെ കുരുടാക്കി. ആരാ വിശ്വാസി? പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. ആരാ വിശ്വാസി? ആരാ? മുസ്ലിങ്ങൾ അല്ലേ, ഹിന്ദുക്കള്, ക്രിസ്തുവിനെ അറിയാത്ത പറ ആരാ വിശ്വാസി? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണം? ഇങ്ങോട്ട് നോക്കിയാ പോരെ, ഇങ്ങോട്ട് നോക്കിയാ മതി. നമ്മളാ വിശ്വാസി. കൊരിന്ത്യ സഭക്കാർ അവിശ്വാസികൾ മനസ്സ് കുരുടാക്കിപ്പെട്ടുപോയി. പിശാച് അവരുടെ മനസ്സിന്മേൽ വന്ന് വാണിട്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് 80% ദൈവകുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോകുന്നത്.
വെറും വാക്ക് പറഞ്ഞതല്ല കർത്താവ്. പക്ഷെ ഇതൊന്നും ആരും ലോകത്ത് പ്രസംഗിക്കത്തില്ല, പ്രസംഗിച്ച ആളും ഉണ്ടാകത്തില്ല. പക്ഷേ അവിടെ പോയിട്ട് നഷ്ടപ്പെടുന്നതിനേക്കാൾ നൽകുക ഇപ്പോൾ പ്രസംഗിച്ച് നഷ്ടപ്പെട്ടാലും അവൻ തിരിച്ചു വരും മാനസാന്തരപ്പെട്ടിട്ട്. അവ വിട്ടുപോകുക. ഇവിടെയും ഈ ലോകത്തിന് ദൈവം മനസ്സിലാവുന്നുണ്ടോ? ഏത് മനുഷ്യന്റെ മേലും രക്ഷിക്കപ്പെട്ടവരുടെ മേലും വാഴുവാൻ അധികാരമുണ്ട്. ആർക്ക്? പിശാചിന്. രക്ഷിക്കപ്പെട്ടവൻ്റെ ഉള്ളിൽ പിശാച് കയറുമെന്നൊക്കെ പറഞ്ഞ ചോദ്യമൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട്, ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഡിബേറ്റിങ്ങിന് നമ്മൾ സംസാരിക്കാൻ വെക്കുമ്പോൾ പറയും, രക്ഷിക്കപ്പെട്ടവരുടെ മേൽ ആരില്ല? പിശാച്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ആത്മാവിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചു, ദൈവജീവൻ വന്നു, ദൈവമായിട്ട് ബന്ധത്തിലേക്കായി. മനുഷ്യൻ ആത്മാവല്ല, മനുഷ്യൻ സോളാണ്, ദേഹി. ഇന്ന് ദേഹിയിൽ ഇപ്പൊ എന്താ കിടക്കുന്നത്? ലോകം. മനസ്സിലാവുന്നുണ്ടോ? ലോകവും ജഡയിച്ചകളും ജീവിത പ്രതാപൊക്കെ ദേഹി കിടക്കിയ സൗഖ്യമായിട്ടില്ല. അവിടെയാണ് ദൈവജീവൻ വന്ന് ലോകത്തെ പുറത്താക്കേണ്ടത്, നിത്യജീവൻ വന്ന് ലോകത്തെ പുറത്താക്കേണ്ടത്. ഞങ്ങൾ ഇന്നലെ അവിടുത്തെ മീറ്റിംഗ്, ഇന്നലെ അവിടെ ഒരു 30 പേരടങ്ങുന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ഏരൂരത്ത് ഹൗസ് ചർച്ചിൽ. അവിടെ ഇന്നലെ ഞാൻ സംസാരിച്ചതാ, നിത്യജീവൻ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ സോളിൽ നിത്യജീവൻ വന്നിട്ടില്ല. യഥാർത്ഥ മനുഷ്യരിൽ എന്ത് വന്നിട്ടില്ല? നിത്യജീവൻ വന്നിട്ടില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ദേഹിയിൽ നിത്യജീവൻ വന്നാലേ ഇതൊക്കെ പുറത്തു പോകത്തുള്ളൂ. കർത്താവ് രാജാവായി വാണില്ലെങ്കിൽ നമുക്ക് പിന്നെ എവിടെയാ സ്വർഗം ഇരിക്കുന്നത്? എനിക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധയോടെ നമുക്ക് പോവുക. ഓക്കെ, ഗലാത്യർ 1:3 പറയുക, ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കണം. ഇപ്പോഴത്തെ ദുഷ്ടലോകം ഏതാ? എവിടെയാ ലോകം കിടക്കുന്നത്? ലോകത്തിലെ പ്രഭു ഇപ്പൊ എവിടെയാ? കുറുതലേഖത്തിൽ എവിടെയാ പറയുന്നത്? നമ്മുടെ മനസ്സിൽ കിടക്കുകയാ. ദേഹിയുടെ 3 ഭാഗങ്ങളായ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, ഇച്ഛ അല്ലെങ്കിൽ ഇച്ഛ, പിന്നെ വികാരം, 3 ഭാഗങ്ങളിൽ അടക്കി വാഴുകയാണ് പിശാച്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ? ആണോ ഇല്ലയോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ദുഷ്ടലോകം, അവൻ ഭരിക്കുന്ന ലോകം, ഈ പലപ്പോഴും നമുക്ക് പലതും കാണിച്ചു കൂട്ടുമ്പോൾ നമ്മൾ പറയും അത് സത്യമാണ്, ഇത് സത്യമാണെന്നൊക്കെ തോന്നും. പക്ഷേ അല്ല. ഇന്ന് ലോകം, ഞാൻ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോകമെന്ന് പുറത്തല്ല, ലോകമെന്ന് സഭക്കകത്താ. നിങ്ങൾ മറന്നു പോകരുത്. പിന്നീട് എടുത്തോളൂ അതിനെക്കുറിച്ച്. ലോകമെന്ന് പണ്ട് പുറത്തായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത്, പിതാക്കന്മാരുടെ കാലത്ത് ലോകം പുറത്തായിരുന്നു. എൻ്റെ ആത്മീയ പിതാവായ കഴിഞ്ഞ ദിവസം മരിച്ച മുട്ടം ഗീവർഗീസൊക്കെ, അദ്ദേഹം അപ്പച്ചനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കോടീശ്വരന്മാരായ ഒക്കെ സൗകര്യങ്ങൾ 10-18 കറക്കുന്ന പശു എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പാടുന്ന പാട്ട് 90% പുള്ളിയുടെ പാട്ടുകളാണ് ലോകത്തിൽ പാടുന്നത്. അദ്ദേഹത്തെ ലോകത്ത് വെറുത്ത് ജീവിച്ചതാ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ലോകം അവർക്ക് അന്യമായിരുന്നു. കാരണം അവർക്കറിയാം വരാനിരിക്കുന്ന ലോകം എന്താണെന്ന്. ഇത്രയും പ്രശസ്തിയും മാനവും അന്നത്തെ പഠിപ്പിസ്റ്റുകളെ എല്ലാ തലമുറ, അവരെല്ലാവരും, അനിയന്മാരും ചേട്ടന്മാരും, അവരെ എല്ലാവരും നല്ല തലമുറയും വർഷങ്ങൾ, ഇപ്പൊ 99 എത്ര വർഷങ്ങളെ പഴക്കേ പറയുന്നത് ഞാൻ ക്ലിയറാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ലോകത്തിൽ എന്താണെന്നും അതിന്റെ സിസ്റ്റങ്ങൾ എന്താണെന്നും അവർ കണ്ടെത്തിയവർ, അവരത് മനസ്സിലാക്കി. എന്നിട്ട് ആ ദുഷ്ടലോകത്തിൽ നിന്ന് അവർ വേർപെട്ട് മാറി നിന്നു. നമ്മൾ ഒരു കാലം ലോകത്തിലും മറുകാലം സഭയിലും വെച്ചോണ്ടിരിക്കുക. പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒരു കാലം ലോകത്തിലും ഒരു കാല സഭയിലും കീറിപ്പോകത്തേ ഉള്ളൂ. സംഘത്തക്കാരൻ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ കീറിക്കളയും. ഇത് വെറും പറഞ്ഞതല്ല. കുറച്ച് സംഘത്തക്കാരൻ പറഞ്ഞില്ലേ, നിന്നെ വിടുവിക്കാൻ ആരും ഉണ്ടാകത്തില്ല. കാരണം കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മുടെ അകത്ത് ബാക്കി കിടക്കുന്ന ലോകത്തെ പറിച്ചു കളയാൻ വേണ്ടിയാ. ലോകത്തിലെ സമ്പ്രദായങ്ങൾ, സിസ്റ്റങ്ങളിലേക്ക് നമ്മളെ മനസ്സ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാ. എന്നോട് ദേഷ്യം വരും, പേടിക്കേണ്ട, ദേഷ്യമൊക്കെ വരും എന്നോട്. കാരണം ഞാൻ ലോകത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ലോകത്തിലെ പ്രഭുവിനെ കുറിച്ചാ. ഹല്ലേലൂയ. ദേഷ്യം ഇടയുണ്ട്, എനിക്കറിയാം. അപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ദൈവവും പിതാവായവന്റെ ഇഷ്ടപ്രകാരം, എന്താ ഇഷ്ടം? ദൈവഹിതം അറിയുക. എന്നെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിന് ഇഷ്ടം. ചെയ്യണമെങ്കിൽ അറിയണ്ടേ? ഇത് തന്നെ ഇവിടെ പറയുന്നത്, പിതാവായവന്റെ ഇഷ്ടപ്രകാരം. ഒരുപാട് ഇഷ്ടമുണ്ട്, വിശുദ്ധീകരണമൊക്കെ ഒരുപാട് ഇഷ്ടങ്ങൾ ദൈവത്തിന് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. പിതാവിൻ്റെ ഇഷ്ടം, അതിലൊരു ഇഷ്ടമാണ്. ഏത് ഇഷ്ടമാ? ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്,
കർത്താവ് ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ക്രൂശിലേക്ക് നോക്കുമ്പോൾ, യേശു ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് അറിയേണ്ടത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നത്? ഹല്ലേലൂയ. ഒരു കാല് ലോകത്തിൽ വെച്ച്, ഒരു കാല് സഭയിൽ വെച്ച കീറിപ്പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അന്ത്യം നമ്മുടെ കണക്ക് കൂട്ടിയാൽ അന്ത്യം വട്ടപ്പൂജ മാനമൊട്ടയായിരിക്കും. വേറെ എങ്ങും പോകണ്ട, നമ്മുടെ ഇടയിലത്തെ നോക്കിയാൽ മതി. ആത്മീയ ഗോളത്തിൽ നോക്കിയാൽ മതി. ജാതി ലോകത്തെ ഒന്നും നോക്കണ്ട, നമ്മുടെ ആത്മീയ ഗോളത്തിൽ മാത്രം നോക്കിയാൽ മതി. ലോകത്തിന് പുറകെ പോയി ലോകം സമ്പാദിച്ചു, പക്ഷേ ദൈവത്തെ അല്പം സ്നേഹമുള്ളത് കൊണ്ട് ഇന്ന് എല്ലാം നഷ്ടമായിട്ട് കർത്താവ് മുമ്പിലിരിക്കുന്ന മനുഷ്യൻ. പക്ഷെ ദൈവത്തിന് ആഗ്രഹം നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവിടെ നമ്മുടെ സമ്പത്തല്ല, നമ്മളെ പെരുമയും സമ്പത്തും മാനവും നൽകി നമ്മളെ മാറിയിട്ട് ലോകത്തിൽ വലിയവനാക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തന്നിട്ട് എടുത്തു മാറ്റിക്കളഞ്ഞ കർത്താവ്. കാരണം നമ്മുടെ കണ്ണു മുഴുവൻ അതിലേക്ക് മാഞ്ഞു പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ ദുഷ്ടലോകത്ത് വിടുവിച്ച്, അതുകൊണ്ടാ നമ്മളെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കണമെങ്കിൽ അവൻ്റെ രാജ്യത്തിനും നീതിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. നീതി എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ. പലരും വേറെ പലതും ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ആ നീതിയെക്കുറിച്ച് വേറെ പല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അല്ല. ദൈവരാജ്യത്തിനകത്തുള്ള ലോ ആൻഡ് ഓർഡർ. ഇന്ത്യയിൽ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം, ഇല്ലേ? വലതുവശത്ത് കൂടി പോയാൽ പിന്നെ 1, 2, 3 രണ്ടുപേരും കമ്പിക്കകത്ത് കിടന്നുണ്ട്. ഒരു നിയമമുണ്ട്. ഇവിടെ അടിച്ചാൽ ഇവിടെ തിരിച്ചു കൊടുക്കുക, കുഴപ്പമില്ല, ലോകക്കാർ അങ്ങനെ സമ്മതിക്കും നമുക്ക്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല നിയമം. ഇവിടെ അടിച്ചാൽ നമ്മുടെ നിയമങ്ങൾക്ക് ലോ ആൻഡ് ഓർഡർ ഉണ്ട് നമുക്ക് ദൈവരാജ്യത്തിനകത്ത്. മനസ്സിലാവുന്നുണ്ടോ? അവകാശത്തിന് വേണ്ടി വാദിക്കുവാൻ, നിലവിളിക്കുവാൻ, എന്താ പറയുക, കോർട്ടിൽ പോകുവാൻ നമുക്ക് അധികാരമില്ല. എൻ്റെ അപ്പൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട്, അപ്പം പറയാ തരില്ലെന്ന് പറഞ്ഞാൽ കോടതി പോകാൻ പറ്റും നമുക്കില്ല. നമ്മുടെ ലോ ആൻഡ് ഓർഡറിൽ അതില്ല. ദൈവരാജ്യത്തിന്റെ നിയമത്തിൽ അതില്ലെന്നേ. അവകാശത്തിന് വേണ്ടി പോരാടാനല്ല വിളിച്ചത്, അവകാശം വിട്ടുകൊടുക്കാനല്ല വിളിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു? ഞാൻ പറയാൻ പോയി ഇനി ഓരോന്ന് വന്നുകൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കുവാൻ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചിരിക്കുക. മനസ്സിലാവുന്നല്ലോ? ഇതാണ് ദൈവത്തിന്റെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇഷ്ടങ്ങളിൽ ഒന്നാണ് ദൈവം നമ്മളെ വിളിച്ചത്, കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിച്ചെടുത്തത്. നമ്മുടെ ഹൃദയം ലോകമല്ല, ലോകരാജ്യമല്ല, ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുണ്ടോ? ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമുക്ക് തിരിച്ചു വരാം വീണ്ടും. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് തുടങ്ങി വെക്കുക അങ്ങനെ മനസ്സ്, എന്നിട്ട് ലോകത്തിലേക്ക് കടക്കാൻ പോകുന്നത്. കെട്ടിക്കിന്റെ പേര് വിവാഹം നടക്കുക ഇല്ല. എത്രയോ വിവാഹം നടക്കാതെ പോയിട്ടുണ്ടല്ലേ ജാതീയ ലോകത്ത്. എല്ലാ തിങ്കളാഴ്ച രാവിലെയും മലയാള മനോരമ പേപ്പറൊക്കെ വായിച്ചാൽ അങ്കമാലിയിൽ അല്ലേ, പ്ലാമൂട്ടിക്കാരാണെങ്കിൽ ക്ഷമിക്കണ്ട, പ്ലാമൂട്ടിൽ പരേതനായ ജോസഫിൻ്റെ മകൾ ഇന്ന വീട്ടിലെ ആളുടെ മകനുമായി വിവാഹം നിശ്ചയം ചെയ്തു. വിവാഹത്തിന് തലേ ദിവസം കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയത് കൊണ്ട് വിവാഹം നടന്നില്ല. തിങ്കളാഴ്ച രാവിലെ പേപ്പറുകളിൽ എന്തോരം പരസ്യങ്ങളാണ് കാണുന്നത് അല്ലേ? ഒന്നും മിണ്ടുന്നില്ലല്ലോ അല്ലേ? കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞതാ, പൊട്ടിപ്പൂരമായി എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. 2 കൂട്ടം 3 കൂട്ടം പായസമൊക്കെ വെച്ചിട്ടല്ലേ. ഫ്രൈഡ് റൈസ് ആണ് ഇപ്പം. ഈ വായിൽ വെള്ളവും മഞ്ഞില്ലേ, ഈ ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ച് ഈ പായസം എന്ന് കേട്ടാൽ അപ്പം നമ്മൾ വായിൽ വെള്ളം വരും, അതാ പ്രശ്നം. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഓർഗാനിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചേ, എൻഗേജ്മെന്റ് ഒക്കെ പൊട്ടിപ്പൂരമായിരുന്നു, പക്ഷേ എന്ത് നടന്നില്ല? വിവാഹം നടന്നില്ല. ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാവ് 46:10 സഭാപ്രസംഗം 7:8 ഉള്ള വാക്ക് ഓർമ്മയുണ്ടോ? ആരംഭം നല്ലതാണ്. ഇത് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഓരോ കണക്റ്റഡ് വചനങ്ങൾ ഓടിക്കൊണ്ടുവരണം കർത്താവ് നിങ്ങളുടെ അകത്തേക്ക്. അപ്പൊ വിട്ടുപോകുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംഭവിച്ചു. ഇനി ഇപ്പൊ പഠിക്കാൻ പോകുന്ന ഇസ്രായേലിനെ കുറിച്ചാണ്. ദൈവം ആരെ വിളിച്ചതാ, വിവാഹം ചെയ്ത അല്ലെങ്കിൽ മണവാളനായതാ, ഭർത്താവായതാ, പക്ഷേ അവരുടെ വിവാഹം കഴിയാതെ വിട്ടുപോയി എന്ന് പറയുന്ന ചില വാക്കുകൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. യിരെമ്യാവിന്റെ പുസ്തകം ഒന്ന് വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, മരുഭൂമിയിൽ വിതക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന. മനസ്സിലാക്കി നോക്കിയേ, മരുഭൂമിയിൽ വിതക്കാത്ത ദേശത്ത്, വിതയും കൊയ്ത്തുമില്ലാത്ത കാലം.
ഈ വിതയും കൊയ്ത്തുന്ന ക്ലാസ് നമുക്കുണ്ട്, ബൈബിളിലുണ്ട്. വിതയും കൊയ്ത്തും നല്ല കർത്താവിൻ്റെ പഠിപ്പിലൊക്കെ ഭയങ്കര രസമാണ്. വിതയും കൊയ്ത്തും അത് വെറുതെ ഒന്നുമല്ല ബൈബിൾ അത് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് കാണാൻ കഴിയും നമുക്ക് അതിൻ്റെയൊക്കെ. അപ്പോൾ വിട്ടുപോകുക. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നിന്ന് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന പഴയ കാലം, അല്ലേ? എന്നിട്ട് പറയുക, നിന്റെ ഈ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇരമ്യാവിനോട് പറയുക, നീ പോയിട്ട് ഞാൻ പറയുന്നത് വിളിച്ചു പറയുക. ആരോടാ? യിസ്രായേൽ മക്കളോട് വിളിച്ചു പറയുക. എന്താ? നിന്റെ യൗവനത്തിലെ ഭക്തി ഏറ്റവും നിർമ്മലമായ ഭക്തിയായിരിക്കും. 2, വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഭക്തിയും സ്നേഹവും ഞാൻ ഓർക്കുന്നു, അല്ലേ? യൗവനത്തിലെ ഭക്തി. ഏതാ യൗവനം? ഏതാ? അത് വേറെ ഒന്നുമല്ല, കർത്താവിനെ അറിഞ്ഞ നാൾ, ഇല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാലമാ. അവിടുത്തെ ഭക്തിയും അവിടുത്തെ സ്നേഹവും ഒക്കെ കർത്താവ് അറിയുന്നു. കർത്താവ് മീൻസ് യഹോവ അറിയുന്നു, അല്ലേ? ബാക്കി മനസ്സിലായോ? കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്, നിന്റെ യൗവനത്തിലെ ഭക്തി വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം. ആരോടായിരുന്നു? മണവാളൻ. ആരാ മണവാളൻ? യഹോവയായ ദൈവം, അല്ലേ? പഴയ നിയമത്തിലെ യഹോവയായ ദൈവം മണവാളനായിരിക്കെ, എന്താ പറയുക, ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കെ ഇവർക്ക് നല്ലതായിരുന്നു. ആര്? ഇസ്രായേൽ. നല്ല സ്ത്രീയായിരുന്നു, മണവാട്ടിയായിരുന്നു, കാന്തയായിരുന്നു. എപ്പോഴാ? വിവാഹം നിശ്ചയിച്ച കാലത്ത്. മനസ്സിലാവുന്നുണ്ടോ? വിടുവിച്ചു കൊണ്ടുവന്ന കാലത്ത്. എവിടെയാണത്? എവിടെയാ? വാക്യം നോക്കി. മരുഭൂമിയിൽ വിതക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന കാലം. ഏതാണ്? പഴയ കാലം, നിന്റെ യൗവനകാലം. മിസ്രൈമിലെ കാര്യം അല്ല ഞാൻ പറയുന്നത്. വിടുവിച്ചു കൊണ്ടുവന്നു, മരുഭൂമിയിൽ കൊണ്ടുവന്നു. വിതയില്ല, കൊയ്ത്തില്ല. ഞാൻ ഈ വാക്യം പറയുമ്പോൾ അങ്ങ് ആഴമാണേ. വിതയും കൊയ്ത്തുമില്ലാത്ത സമയത്ത് ഇസ്രായേൽ സ്നേഹിച്ചു. ഓക്കെ, ഒരുപാട് കുരുത്തക്കേട് കാണിച്ചെങ്കിലും അവർ ഒരുപാട് സ്നേഹിച്ചു. അവരുടെ ഭക്തി നല്ലതായിരുന്നു. ഈ ഭക്തിയും പിന്നെ സ്നേഹവും ആരോട്? നല്ലതായിരുന്നു, യഹോവയോട്. എപ്പോഴായിരുന്നു? മരുഭൂമിയിൽ, അല്ലേ? നമ്മളെ വിടുവിച്ചു കൊണ്ടുവന്ന കാലത്തിൽ നമുക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇസ്രായേൽ മക്കളുണ്ടല്ലോ, ദൈവം അവരെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടാക്കി. വിതയും കൊയ്ത്തും കൊടുത്തു. മന്ന നിന്നുപോയി, ഇല്ലേ? മന്ന നിന്നുപോയി, വിതയും കൊയ്ത്തു കൊടുത്തു. അവിടെ മുതൽ അവിടെ മനസ്സ് തിരിഞ്ഞുപോയി. യൗവനകാലത്തെ ആ മരുഭൂമിയിൽ ദൈവം മാത്രമേ അവനുള്ളൂ, അല്ലെങ്കിൽ മണവാളം മാത്രമേ ഉള്ളൂ. വേറെ ആര് സഹായിക്കും? ഇരു സൈഡിലും പലസ്തീനും, അല്ലേ? മറ്റ് ജാതീയ മുട്ടാളന്മാരുമായിരുന്നു ഇരുവശം. അവരെ ഈ 40 വർഷവും നടത്തിയത് ആ മണവാളൻ മാത്രമായിരുന്നു. മന്ന പൊഴിച്ചു കൊടുക്കും. ഒരു ജോലിയും ചെയ്യേണ്ട അവർക്ക്. ജോലിയും ചെയ്യണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് അത് നിങ്ങൾ കുറിച്ചിട്ടോ, അത് വേറെ കാര്യം. ഞാൻ മന്നയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതവിടെ വേറെ പറയും. മന്ന പറക്കണം, പൊട്ടിക്കണം, അതൊക്കെ ഞാൻ വേറെ പറയും. ഇപ്പം അതുമായിട്ട് നിങ്ങൾ പറയും, പണ്ട് അങ്ങനെ പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ മന്നയെക്കുറിച്ച് ക്ലാസ് പറയുമ്പോൾ അത് വേറെ കാര്യമാണ്. അതും വരും. കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞത് അവിടെയും അതിൻ്റെ വെളിപ്പാട് ഈ പറഞ്ഞ 5 അധ്യായം വായിക്കുന്നതിൻ്റെ വെളിപ്പാടാണ് മന്നയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അവിടെ. ഓക്കെ, ഞാൻ എല്ലാം കൂടി പറഞ്ഞ തലേ കയറി വിട്ടുപോകും. ഞാൻ പറയുന്ന കാര്യങ്ങൾ, അവർ മരുഭൂമി ഒന്നും ചെയ്തില്ല. അവർക്ക് മണവാളൻ തന്നെയായിരുന്നു, അല്ലേ? രാവിലെ പോയി ആ ഫ്രോസൺ ഫുഡ് എടുക്കുക. ഫ്രിഡ്ജ് കണ്ടുപിടിച്ചത് ഇപ്പോഴല്ലേ? പണ്ട് യഹോവയായ ദൈവം നല്ല അടിപൊളി ഫ്രിഡ്ജാണ് കൊടുത്തത്. ആദ്യം മഞ്ഞ് പൊഴിക്കും, പിന്നെ മഞ്ഞ പൊഴിക്കും, പിന്നെ മഞ്ഞ് പൊഴിക്കും. രാവിലെ ഇവർ ചെന്ന് അല്ല ആ മഞ്ഞ് പൊട്ടിച്ചിട്ട് ഫ്രോസൺ ഫുഡിങ് എടുക്കും. കലത്തിലിട്ട് വറുത്ത് പൊടിച്ചിടിച്ച് അല്ല അടിപൊളി ദൂതന്മാരുടെ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കും. ആദ്യം തേൻ കൂട്ടി ദോശയായിരുന്നു, പിന്നെ കുറച്ച് എല്ലിൻ്റെ കയറിയപ്പോൾ അത് എണ്ണ തേച്ച ദോശയായി. പിന്നെ എല്ലിൻ്റെ കയറിയപ്പോൾ പറഞ്ഞ് ഈ നിസ്സാര ഭക്ഷണം ഞങ്ങൾക്കൊന്നും വേണ്ട. മന്നയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. നമ്മുടെ അതേ സ്വഭാവം തന്നെ അവർക്കും, പേടിക്കൊന്നും വേണ്ട. നമ്മുടെ അതേ സ്വഭാവം തന്നെയാണ് അവർക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, മരുഭൂമിയിൽ അവർക്ക് ആ കാന്തൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ വിതയും കൊയ്ത്തുമുള്ള ദേശത്തിൽ പോയി ആയപ്പോൾ അവരുടെ മനസ്സ് മറിഞ്ഞുപോയി. ഭക്തി മറിഞ്ഞുപോയി, അവരുടെ സ്നേഹം മറിഞ്ഞുപോയി. ഇത് തന്നെയാ കർത്താവ് സഭയോട് പറയുമ്പോൾ. ഏത് സഭയാ? യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 യോഹന്നാൻ്റെ അതല്ല, ഞാൻ വേറെ വാക്യം വിട്ടു. നമുക്ക് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്ന ഒരു വാക്യം, 2-ാം അധ്യായം, വെളിപ്പാട് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ, അല്ലേ? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം, നമ്മെക്കുറിച്ച് പറയാം. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്.
ഇവരെ കുറിച്ച് പറയാൻ പോയാലുണ്ടല്ലോ, ഈ എന്താ പറയുക, വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ നാലാമത്തെയും ഈ നാലാമത്തെയും 1 യോഹന്നാൻ ലേഖനം 4-ാം 1 വാക്യം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തുള്ളവെന്ന് ശോധന ചെയ്ത ആൾക്കാരാണ് ആര്? ഈ എഫേസസ് സഭക്കാര്. സാധാരണ സഭക്കാരല്ലട്ടോ ഇവര്, സാധാരണ സഭക്കാരല്ലേ ഇവര്. ഇവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച ആൾക്കാരാ. പുകഴുവാൻ ഒരുപാടുണ്ട് ഇവർക്ക്, ഇവർക്ക് പുകഴുവാൻ. ഇവർ കള്ളന്മാരെ കണ്ടെത്തി, കള്ള അപ്പോസ്തലന്മാരെ, കള്ളപ്രവാചകന്മാരെ കണ്ടെത്തി അവരെ ശാസിച്ചവരാര്? പുറത്താക്കി കളഞ്ഞവരാര്? എഫെസോസ് സഭ. അഹങ്കരിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ കർത്താവ് അവരോട് പറയുക, ഒരു പാവം പോലും മറ്റൊന്നും കാണാൻ കഴിയാതെ കർത്താവ് അവരോട് പറയുക, നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റിക്കളയുമെന്ന്. കള്ള അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ വന്നപ്പോൾ അവരെയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിവർ. കള്ളാന്ന് വിളിച്ചാൽ പുറത്താക്കി കളഞ്ഞു. ആര്? എഫെസോസ് സഭക്കാര്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അവരോട് പറയുക, കർത്താവ് പറയുക, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ വേറെ പറയാനുണ്ട്, നിന്റെ പ്രവർത്തി കൊള്ളാം. ഇത് പറയാൻ പോയി ഞാൻ ഒരുപാട് പറഞ്ഞു പോകും. കാരണം എഫെസോസ് സഭ പ്രവർത്തിക്കാൻ നല്ലവരായിരുന്നു. എഫെസോസിലെ സഭ പ്രവർത്തനമുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ അവർ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇത് വ്യത്യസ്തമായ ഓരോ സഭയെക്കുറിച്ചും, തെസ്സലോനിക്ക സഭയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, എഫെസോസ് സഭയെക്കുറിച്ച് പറയാൻ, സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കണം. 7 സഭയുള്ള ദൂതുകൾ പഠിക്കണം. അതിലൊക്കെ ചില മർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇവർ നല്ല ആൾക്കാരാ. കള്ളന്മാരെ കണ്ടു, കള്ള ഉപദേശം കണ്ടവരെ അടിച്ചോടിച്ചു. പ്രസംഗിച്ചവരൊക്കെ പോയി, അത് നിങ്ങൾ തെറ്റായ ഉപദേശമാണ്, ഇറക്കി വിട്ടു നിങ്ങളെയൊക്കെ, അവരെയൊക്കെ. പക്ഷേ അവരോട് കർത്താവ് പറയുക, നിന്നോട് ഇനി ചില കാര്യം പറയാനുണ്ട്, മുഖത്ത് നോക്കി പറയാനുണ്ടെന്ന്. എന്താ അവർ പറയുന്നത്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. കാരണം നമ്മളെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വീണ്ടും ജനത്തിന് സമയത്ത് അനുഭവിക്കുന്ന ആദ്യ സ്നേഹമുണ്ട് നമ്മുടേത്. ആണോ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പ്രവൃത്തിയിൽ ഇപ്പം എല്ലാം ഉണ്ട്. വിതയുണ്ട്, കൊയ്ത്തുണ്ട്, അല്ലേ? നമുക്ക് പ്രസംഗമുണ്ട്, മിനിസ്ട്രി ഉണ്ട്, ഒക്കെ നമുക്കുണ്ട്. വീടുണ്ട്, കാറുണ്ട്, ബിസിനസ് വളർന്നു, എല്ലാം വളർന്നു. പക്ഷേ എന്തു പോയെന്നറിയാമോ? ആദ്യ സ്നേഹം. അബ്രഹാമിന് ദൈവത്തിന് അബ്രഹാമിന്റെ മുഴു സ്നേഹം വേണം. അതിനിടയിൽ ഒരു ഇസഹാക്കിനും ദൈവത്തിന് വെക്കാൻ അനുവാദമില്ല. കൊല്ലാൻ പറയും. അത് തന്നെയാ ഇവർ. പ്രവൃത്തിയുണ്ട്. പക്ഷേ എഫെസോസ് സഭക്കാര് അവർ ആദ്യ സ്നേഹത്തിൽ നിന്ന് മറിഞ്ഞുപോയി. മനസ്സിലാവുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾ അത് തന്നെയാ. വിതയും കൊയ്ത്തും വരാൻ തുടങ്ങിയപ്പോൾ അറിയാതെ മനസ്സ് മറിഞ്ഞുപോയി. കണ്ണ് ലോകത്തിലേക്ക് പോയി, ബിസിനസ്സിലേക്ക് പോയി, അവരുടെ പ്രവൃത്തിയിൽ നിന്ന്, അവരുടെ ജോലിയിൽ കിട്ടുന്ന ലാഭങ്ങളിലേക്ക് പോയി. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയം മറിഞ്ഞു പോകുന്നു. ആദ്യ സ്നേഹം വിട്ടുപോകുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? നീ മടങ്ങി വന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റിക്കളയും. എത്ര ഭയാനകമാ നോക്കിയേ. നല്ല വചനമറിയാം, കള്ളന്മാരെ ഏതാന്ന് കള്ള സ്വഭാവങ്ങളെന്ന് അറിയാം. പക്ഷേ നഷ്ടപ്പെട്ടു പോയി. അവർക്ക് പ്രവൃത്തിയുണ്ട്. അവർക്ക് എന്നെ സഭയെക്കുറിച്ച് പറയാൻ പോയ ഇത് വേറെ ക്ലാസ് ആയി പോകും. ആ സഭ നല്ല സഭക്കാരാ, പക്ഷേ പ്രവൃത്തിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല? ആദ്യ സ്നേഹം വളരെ ഭയാനകമായ ആദ്യ സ്നേഹമാണ്. ആദ്യ സ്നേഹം പോയാൽ നിലവിളക്ക് പോലും മാറ്റിക്കളയും. കർത്താവിൻ്റെ വരവിൽ നമുക്ക് പൊങ്ങാൻ പോലും കഴിയത്തില്ല. ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങാൻ ആഗ്രഹിക്കും, അല്ലേ? നമ്മൾ പറയും, അയ്യോ ഇതൊക്കെ ഊരിക്കളയും. പക്ഷേ ഇവിടെ നഗ്നായിട്ട് നിൽക്കേണ്ടി വരും. അവൻ്റെ ഉടുപ്പ് നമുക്ക് തരത്തില്ല. ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? ഈ ചില ആൾക്കാർ ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോഴേ, തമിഴ്നാട് സൈഡൊക്കെ ചെല്ലുമ്പോൾ ബൈബിൾ ക്ലാസ്സിനൊക്കെ ഭർത്താക്കന്മാർ മറ്റേ ഒരു സ്കൂട്ടറുണ്ട് അവർക്ക്. എന്ത് സ്കൂട്ടറാ? TVSന്റെ TVS സുസുക്കി അല്ലേ? ലൂണ. അതിന് പേരുണ്ട്. MIT അല്ല, വേറെ ഒന്നൊക്കെ ഉണ്ട്. എന്തുമാകട്ടെ, ഈ ഡോക്ടർമാർ മുന്നിൽ അതിനാണ് നടക്കുന്നത്. അപ്പോൾ ഇവർ രാവിലെ ഭാര്യമാരെ കൊണ്ടുവന്ന് നമ്മുടെ ചർച്ചിന് മുമ്പിൽ ഇറക്കിയിട്ട് പോകും. കാരണം മോളെ നീ ബൈബിൾ ക്ലാസ്സൊക്കെ കുടിക്കോ, അച്ചായൻ്റെ ഇത്തിരി ജോലിയുണ്ട്, അച്ചായൻ പോയി കളയും. അച്ചായൻ്റെ വിചാരം കർത്താവ് വരുമ്പോൾ ഭാര്യ വചനമൊക്കെ പഠിച്ച് വെളിപ്പാടായി കർത്താവിനെ വരെ പോവും. സാരയുടെ തുമ്പത്ത് കയറി പിടിച്ച് പൊങ്ങാള പരിപാടി അച്ചായന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ പോക്ക് പോയാൽ സാരയുടെ തുമ്പത്ത് കിട്ടത്തില്ല കേട്ടോ, നിങ്ങൾ പിടിക്കാനും പറ്റത്തില്ല, കർത്താവ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഞാനിടയ്ക്ക് കളിയാക്കാറുണ്ട് അവരെയൊക്കെ. ഊണ് കഴിക്കുമ്പോൾ വരും, അത് കറക്റ്റ്. വായിച്ചതൊക്കെ അറിയാതെ ഊണ് കഴിക്കുമ്പോൾ കറക്റ്റായിട്ടൊക്കെ വരും. എന്തുമാകട്ടെ, ഈ എഫെസോസ് സഭയ്ക്ക് അവർ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു. പക്ഷെ ആദ്യ സ്നേഹം എന്താണെന്ന് അറിയാമോ? ആദ്യ സ്നേഹം എങ്ങനെയാണെന്ന് അറിയാമോ അവരുടേത്? യോഹന്നാൻ ലേഖനം പഠിക്കുമ്പോൾ 3-ാം 16-17 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഒന്ന് വായിക്കാൻ പറ്റുമോ? അവൻ നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ന് അറിയുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതല്ലയോ? അല്ലേ? മനസ്സിലായോ?
പണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിലൊക്കെ എന്ത് സ്നേഹമായിരുന്നു. ഓർമ്മയുണ്ടോ വല്ലതും? നൈറ്റ് പ്രയറും പ്രയർ വാക്ക്. ഞാനൊക്കെ 3:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും വെളുപ്പാങ്കാലത്ത്. ഒരു പഴയ എന്ത് സാധനമാണ്, ജോസി ബ്രദർ ഇല്ല, ജോസി ധനുഷൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ ഇറങ്ങും 3:30 മണിയാകുമ്പോൾ. ഒരു പഴയ മാരുതിയുടെ ഓമിനിയൊക്കെ ആയിട്ട് ഇറങ്ങും, പാട്ട വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങും. പലപ്പോഴും പോലീസ് പിടിക്കും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എല്ലാ സഹോദരന്മാരെ വീട്ടിൽ പോകും. രാവിലെ 4 മണിയൊക്കെ ആകുമ്പോൾ എല്ലാത്തിനെയും വിളിച്ച് വീട്ടിൽ പൊക്കിയെടുത്ത് അവരെയൊക്കെ കുളിപ്പിച്ച് പല്ലിയിപ്പിച്ച് അവരെയും കൊണ്ട് ഞാൻ പറൂര് പോകും. ജോർജ് ബ്രദറിൻ്റെ വീട്ടിൽ അവിടെ പറൂര് പോയി 5 മണിയാകുമ്പോൾ അവിടെ എത്തും. ജോർജ് ബ്രദറെ തട്ടിപ്പൊക്കി ജോർജ് ബ്രദറെ കുളിപ്പിച്ചെടുത്ത് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ജോർജ് ബ്രദറെ പൊക്കിയിട്ട് 5:30 മണിക്ക് ജംഗ്ഷനിൽ വന്ന് പ്രയർ വാക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം പറ്റൂലട്ടാ. ഇപ്പം ആദ്യ സ്നേഹമൊക്കെ പോയി. അന്ന് നമ്മുടെ വണ്ടിയെ കിണ്ടിയെ ഒന്നും നമുക്ക് നോട്ടമില്ല ഇവിടെ. എല്ലാം കർത്താവിന്. ഇന്നെന്തേ ബ്രദർ എടുക്കണില്ല, എന്നാൽ ഞാനും എടുക്കണില്ല. പോയി ദൈവസ്നേഹം താന്നുപോയി നമ്മുടെയൊക്കെ. ഞാൻ പരാർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആദ്യ സ്നേഹം എല്ലാം ഉണ്ടായെങ്കിലല്ലേ എന്തുമാകട്ടെ. ആദ്യ സ്നേഹം നമ്മൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ധനുഷ് ബ്രദറൊക്കെ വരും. ഒരു പഴയ ഒരു പെട്രോള് കുടിക്കുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. CBC അറിയാലോ, തെങ്ങുമ്മക്കാരുടെ വണ്ടി. 100 രൂപ അടിച്ചാൽ മണക്കാൻ പോലും ഇല്ല അതിനൊക്കെ. പക്ഷേ ഒരാഴ്ചയൊക്കെ പെട്രോൾ അടിക്കാതെ ആ വണ്ടി എരൂർ തലങ്ങും വിലങ്ങും ഓടിയിട്ടുണ്ട്. തലങ്ങും വിലങ്ങും പ്രയർ വാക്കും പ്രയർ റൈഡൊക്കെ. ഒരു പെട്രോൾ മേടിച്ചിട്ടില്ല. അത്ഭുതങ്ങൾ ചെയ്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി രാവിലെ പ്രയർ വാക്ക്, രാത്രി പ്രയർ റൈഡ്. ഇപ്പം പറയും ഇച്ചിരി പൈസ ഇപ്പം ഇത്തിരി വാടക കൊടുക്കണം, മക്കൾക്ക് ഫീസിലൊക്കെ ഒരു പതിയായിരുന്നു. നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് വിട്ടുപോകുക നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പഴയ വിട്ടുപോകുക. നമ്മൾ എവിടെയൊക്കെയോ നമ്മളെ തണുപ്പിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. മരുഭൂമിയിൽ വിതക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് ഓർമ്മയുണ്ടോ? രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ പെട്രോൾ 100 രൂപക്ക് ഒരാഴ്ച ഓടുന്ന മൈലേജുള്ള വണ്ടിയൊക്കെ ദൈവം കൊടുത്ത ഓർമ്മയുണ്ടോ? ഞാൻ അവിടെ പറഞ്ഞല്ല, എന്നോട് തന്നെ പറഞ്ഞതാ. ഇല്ലേ? അത്ഭുതം കണ്ടില്ലേ? വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ അവൻ്റെ കരം കണ്ടില്ലേ? എൻ്റെ പാട്ട വണ്ടിയും കൊണ്ട് പോയപ്പോൾ റോഡിലും കിടന്നില്ല. പോലീസുകാർ പിടിക്കുമ്പോഴും ഞങ്ങൾ പ്രയർ വാക്കിന് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർ കണ്ണു നിറച്ച് എന്ത് വാക്കാന്നൊക്കെ അവർക്ക് അറിയത്തില്ല. പക്ഷെ മടിയില്ല പറയാൻ, നമുക്ക് ഒരു ലജ്ജയുമില്ല പറയുവാനും. മനസ്സിലായില്ലേ? ഇന്ന് 10 പ്രാവശ്യം പറയും, നമ്മളങ്ങനെ ഉരുട്ടി പെരട്ടിക്കേ പറയത്തുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു നിങ്ങൾക്ക്? എവിടെ പോയി അത് സ്നേഹമൊക്കെ നമ്മുടേത്? അന്ന് നമ്മൾ എന്തെങ്കിലും വിതച്ചോ? നോക്കിയില്ല ദൈവം നമ്മളേക്ക്, പോറ്റിപ്പുലർത്തിയില്ലേ? പക്ഷെ ഇന്ന് നമ്മൾ വിതയ്ക്കുകയും കൊയ്തിട്ട് പോലും നമുക്കിന്ന് അവൻ്റെ ആദർശം ചെയ്ത് വരാൻ കഴിയുന്നില്ല. വിശ്വാസം അവിടെ തണുത്തു പോയി നമ്മുടേക്ക്. പണ്ട് ഇതും ചുമ്മാ ഇറങ്ങുകയാ, വെറുതെ ഇറങ്ങുക അങ്ങോട്ട്. ആദ്യ സ്നേഹം കണ്ണും പൂട്ടി ഇറങ്ങുകയാ. ബൈബിൾ ക്ലാസ്സോ അവിടെ ജോസി ബ്രദറിൻ്റെ വീട്ടിൽ ഷൈനിയാമ്മ എവിടെ ഇരിക്കുന്നുണ്ട്. പണ്ട് കേരസൽ ഉണ്ടായിരുന്നു. പഴയ ഇന്ദു സുസുക്കി ബൈക്കാണ് എനിക്കുള്ളത്. ഇരുന്ന വണ്ടി കട്ടറയാടുമ്പോൾ പെറുപുറത്ത് വെച്ചാൽ വെക്കും. നാട്ടുകാർ കേട്ടാൽ അപ്പം നമുക്ക് നാണക്കേടാ. അപ്പോൾ ഞാൻ അന്ന് മഴയൊക്കെയാ. എൻ്റെ മോൾക്ക് റെയിൻകോട്ട് ഒന്നുമില്ലല്ലോ, കുഞ്ഞായിരുന്നു അവള്. സിമെൻറ്റും ചാക്കെടുത്ത് പുതച്ച് അന്ന് കേരസലിൽ പോവും. ഒരു കേരസൽ പോലും വിടത്തില്ല. കാരണം അകത്ത് ആദ്യ സ്നേഹമാണ്. ഇന്ന് മഴക്കാറുണ്ടോ? മഴ പെയ്യുമായിരിക്കുമല്ലേ? മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഫോൺ വിളിച്ചറിയും മഴ പെയ്യും ബ്രദറെ എന്നൊക്കെ പറഞ്ഞു കളയും. ഒന്നും ഉണ്ടാകത്തില്ല. ഈയിടയ്ക്ക് അരൂര് പ്രയർ വാക്ക് വെച്ച് ഇവിടെ ഇത്തിരി ചെറിയ മഴയുണ്ട്. അവിടെ മഴയായിരിക്കും, നമുക്ക് പോകേണ്ടത് ക്യാൻസൽ ചെയ്യാം. അവിടെ എവിടെ പോയി അതൊക്കെ നമ്മുടേത്? ആദ്യ സ്നേഹം തണുത്തു പോയോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിനർത്ഥം എവിടെയോ ലോകം കടന്നു കയറി. വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ പോഷിപ്പിച്ച ദൈവത്തിന്റെ കരം മറന്നുപോയെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ അധ്വാനം കൊണ്ട് നേടാൻ നോക്കിയാൽ അതൊക്കെ വെറും നിഷ്ഫലമായി പോകും. സാക്ഷ്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കോടികൾ നേടി, ബിസിനസ് നേടി വളർന്ന് പന്തലിച്ചു. ഇന്ന് ഉണ്ണാനും ഉടുക്കാൻ പോലും ഇല്ലാതെ ജീവിക്കുന്നവർ എത്രയോ നമ്മുടെ ആത്മീയ ഗോളത്തിലുണ്ട്. വിതയും കൊയ്ത്തുമില്ലാത്ത കാലത്ത് പോഷിപ്പിച്ച ദൈവത്തെ മറന്ന് സ്വന്തം കൈയാൽ നേടാൻ നോക്കിപ്പോയി. എല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞു കർത്താവ്. ഇന്ന് നഗ്നനായി നിൽക്കേണ്ടി വരുന്ന അനുഭവങ്ങളൊക്കെ എത്ര പേരാണെന്നറിയാമോ? 1000ങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. ഇന്ത്യ മുഴുവൻ കണ്ടതാണ്, കേട്ടതാണ് ഞാനൊക്കെ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. വിവാഹം നിശ്ചയം കഴിഞ്ഞതാ, പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടില്ല നമ്മുടേത്. അടുത്ത സംസാരിച്ചോളാം. നമ്മുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിവാഹം നിശ്ചയം കഴിഞ്ഞവരാ. 60-ാം വയസ്സിലും 70-ാം വയസ്സിലും അല്ലേ?
പണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വിവാഹം നിശ്ചയം കഴിഞ്ഞവരാ, പക്ഷേ വിവാഹം നടന്നിട്ടില്ല. നടക്കുമോ എന്ന് പൗലോസ് പറഞ്ഞു, ഞാനും ഭയക്കുന്നു. ഇന്ന് മിണ്ടിയില്ല. കയറിക്കോ, നിങ്ങൾ പടം കയറിക്കോ, പാട്ടുകാരെ. വിവാഹം നിശ്ചയം ഇടയ്ക്കൊക്കെ മലയാളം പേപ്പറൊക്കെ വായിച്ചോ? ഇന്നാളുടെ മോൾ ഒളിച്ചോടിപ്പോയി കാമുകൻ്റെ കൂടെ. നമ്മൾ ലോകമെന്ന് പറയുന്ന കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ്. ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ ഇത് കേൾക്കുമ്പോൾ പിശാച് പറയും, അത് നിനക്കിട്ട് കുത്തുള്ള കുത്താന്ന് പറയും. കാരണം ഇത് ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ അനുഭവിച്ചെന്ന് അറിയാം ഇന്ത്യയുടെ പല ഭാഗത്തും, വേൾഡിനെ കുറിച്ച്. കാരണം പ്രഭുവിന്, ഈ ലോകത്തിലെ പ്രഭുവിന് സഹിക്കില്ലെന്നേ, സഹിക്കാൻ കഴിയില്ല. അവനെ തുറന്ന് നഗ്നനാക്കി നിർത്തുകയാ. കാൽവരി കുരിശിൽ കൊലോസ്യ ലേഖനം എഫെസ്യർ 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവനെ പരസ്യ കാഴ്ചയാക്കുകയാ. ആണോ? ആ പിശാചിനെ, ഈ ലോകത്തിലെ പ്രഭുവിനെ പരസ്യ കാഴ്ചയാക്കി മാറ്റുകയാ. ഇവൻ ഇത്രയേ ഉള്ളൂ, ഇവൻ ആരെന്ന് തെളിയിച്ചു കൊടുക്കുകയാ. സമ്മതിക്കുമോ? അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾക്കൊരു പോരാട്ടമുണ്ട്, ജയിച്ചേ മതിയാകത്തുള്ളൂ നമ്മൾ. അത് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വിതയും കൊയ്ത്തുമില്ലാത്ത കാലത്ത് നമ്മളെ പോഷിപ്പിച്ചൊരു കരമുണ്ട്. വല്ലപ്പോഴും വീട്ടിലേക്ക് നോർക്കണം അല്ലേ? ഇന്ന് നമ്മൾ അവിടെ ഇടുന്നു തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നേടുമ്പോൾ ഓർക്കണം, ഇതൊക്കെ ഒരു സെക്കൻഡ് നഷ്ടമാകാൻ ഇടയുണ്ട്. കർത്താവ് നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തള്ളിക്കളയും കർത്താവ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ പുറകെ വരണം, മുമ്പിൽ അവൻ മാത്രമായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. നമുക്ക് ഈ നാളുകളിൽ ഒന്നുമില്ലാത്ത, എല്ലാവരും സ്നേഹിക്കുന്ന, അന്നൊന്നും ഒരു കളറും നോക്കത്തില്ല, ഒരു സ്റ്റാൻഡേർഡും നോക്കത്തില്ല. ഓർമ്മയുണ്ടോ പണ്ടല്ലേ? ഒരു കളർ നോക്കത്തില്ല. ഇന്നൊക്കെയാണെങ്കിൽ ഇച്ചിച്ചി നോക്കാം. അവൻ ഇന്ന് കുളിച്ചിട്ടില്ലെന്ന് തോന്നും, ഭയങ്കര സ്മെല്ലെന്നൊക്കെ പറയും നമ്മൾ. ഇച്ചിച്ചിയാണ് നമുക്ക് ഇന്നല്ല. പണ്ട് അങ്ങനെ ഇച്ചിച്ചിയൊന്നുമില്ല. നമ്മുടെ സഹോദരൻ അവൻ പ്രാണനെ വെച്ചു കൊടുക്കാൻ തയ്യാറാ. ഇന്ന് ആദ്യ സ്നേഹമൊക്കെ പോയി. കാരണം എന്നറിയാമോ? വിതയും കൊയ്ത്തുമില്ലാത്ത കാലത്ത് പോഷിപ്പിച്ച കരം നമ്മളിപ്പോൾ സെറ്റിലായി കഴിഞ്ഞു. നമ്മൾ സ്വന്തമായി എന്താ പറയുക, നമ്മുടെ കനാൽ ദേശത്ത് വന്നു, അവിടെ ഈ വീട് വെച്ച് 2 ഷോപ്പ് തുടങ്ങി അല്ലേ? ഒന്നും മിണ്ടില്ല. കുറച്ച് റബ്ബർ കൃഷി വെച്ചു അല്ലേ? എന്താ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ? സെറ്റിലായി കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രശ്നം വരുന്നത്. വെള്ളം അകത്ത് കയറിയ. ഹല്ലേലൂയ. മടങ്ങി വരാം നമുക്ക്. വിവാഹം നടക്കാതിരിക്കില്ല, നടക്കണം. ഇവിടെ ഒരെണ്ണം പോലും കൈവിടപ്പെട്ടു പോകരുത്, ഒരെണ്ണം പോലും. ഞങ്ങളുടെ സഹോദരന്മാർ ഇടയ്ക്ക് പറയും, ഞങ്ങളുടെ ഒരുപാട് പാസ്റ്റർമാർ ഇടയ്ക്ക് പറയും, ഡ്രിൽ പാസ്റ്റർ പോയിട്ടില്ല അതുകൊണ്ട് കർത്താവ് വന്നിട്ടില്ലെന്ന് പറയുന്നത്. ഇന്നലെയും ഞാൻ അജുവിനെ കേൾപ്പിച്ചു കൊടുത്തു. ഒരു പാസ്റ്റർ, അറിയപ്പെടുന്ന പാസ്റ്റർ, 3 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയും കോർഡിനേറ്റർ, 60 സഭയുടെ പാസ്റ്റർമാരുടെ നേതാവ്, കോർഡിനേറ്റർ. എൻ്റെ ശിശു യൗവനകാലത്തിന് എന്താ പറയുക, 10-18 വയസ്സിൽ എൻ്റെ കൂടെ കൂടിയതാണ് അവരൊക്കെ. ഇന്ന് മക്കളൊക്കെ ട്രാൻസ്ലേറ്ററിന് കൂടിയതാ പിള്ളേ. ഇന്ന് 5 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു, വലിയ കോർഡിനേറ്ററൊക്കെ ആയി. ഈ വോയിസ് ഇട്ടൊക്കെയാണ് ഞാൻ വിളിക്കാറില്ലായിരുന്നു. ഞങ്ങളൊക്കെ പാസ്റ്റർ കണ്ടത് അങ്ങനെയല്ല. അജിന് കേട്ടതാ, വഴക്ക് പറയാ എന്നെ. ഇന്ന് പാസ്റ്റർ, ഞങ്ങളൊക്കെ കർത്താവ് വന്നില്ലെന്ന് അറിയണത് പാസ്റ്റർ പോകാത്തതുകൊണ്ടാന്നാ പറയുന്നത്. നമുക്കറിയാലോ നമ്മുടെ കുറവ്, അവർക്കറിയത്തില്ലല്ലോ നമ്മുടെ കുറവിനെ കുറിച്ച്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്കും എന്താ മിണ്ടാതിരിക്കുന്നത്. എന്തായാലും ആ പഴയ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. ഞാൻ എന്തായാലും പഴയലേക്കൊന്നും പോകുന്നില്ല. ആ വിതയും കൊയ്ത്തുമില്ലാത്ത കാലത്ത് നമ്മെ സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. ആണല്ലോ. മടങ്ങി വരണ്ടേ? ലോകം നമ്മെ വശീകരിക്കും, വഞ്ചിക്കും, ചതിക്കും, നമ്മെ മോഹിപ്പിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ അല്ലേ? ആത്മീയ ഗോളത്തിൽ തന്നെ അനേക എതിർക്രിസ്തുകൾ, അന്തിക്രിസ്തുകൾ പിശാചിന്റെ മോഹത്താൽ വശീകരിക്കപ്പെട്ട് അവർ പൊങ്ങി വന്നിരിക്കുക. നമ്മുടെ ഇടയിൽ തന്നെ കാണുമായിരിക്കും. ലോകത്തിൽ ആത്മീയ ഗോളത്തിൽ ഒരുപാട് കാണുമായിരിക്കും. അനേക അന്തിക്രിസ്തുകൾ എഴുതിച്ചിരിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അതല്ല ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്.